അതിനകത്തിരിക്കുന്ന ഏതെങ്കിലും ദേവപ്രതിഷ്ഠയുടെ ആരാധന കൊണ്ടല്ല. സഭാതലങ്ങളിൽ നമ്മുടെ ശബ്ദങ്ങളെ തെരഞ്ഞെടുത്തയക്കുന്ന പ്രക്രിയ അതുണ്ടായ കാലം മുതൽ അങ്ങേയറ്റം ക്രെഡിബിൾ ആയതുകൊണ്ടാണ്, പവിത്രമായി ഡിവൈനായി കാണപ്പെട്ടതുകൊണ്ടാണ് രാജ്യത്തിന്റെ അധികാര സഭകളെ നമ്മൾ ആരാധനയോടെ വിളിക്കുന്നത് സാങ്ക്ടം സാങ്ക്ടോറിയം ഓഫ് ഡെമോക്രസി അഥവാ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ. ആ പവിത്ര പ്രതീകത്തിന് നക്ഷത്ര വെളിച്ചം നഷ്ടപ്പെടുത്തിയ ആരോപണങ്ങൾ, ആ ക്രെഡിബിലിറ്റിയുടെ തിരുനെറ്റിയിൽ തീരാ സംശയത്തിന്റെ കളങ്കച്ചാർത്തുകൾ പല വർഷങ്ങൾ കേൾക്കുന്നതാണെങ്കിലും പോയ 48 മണിക്കൂറുകളിൽ അതൊന്നും കേവല ആരോപണങ്ങളല്ല. ആ മാധ്യമങ്ങളോട് മിണ്ടാൻ മടിക്കാത്ത ഏകപക്ഷീയ റേഡിയോ ബാത്തുകളല്ലാതെ ഏത് ചോദ്യത്തിന് എത്ര മണിക്കൂർ മുട്ടുവറയ്ക്കാതെ മറുപടി പറയാൻ കെൽപ്പുള്ള ഒരുത്തൻ, നാടിന്റെ പ്രതിപക്ഷ നേതാവ്, ഈ രാജ്യത്തിന്റെ ഒഫീഷ്യൽ പേപ്പറുകൾ തെളിവടക്കം ആ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയിട്ടും മണിക്കൂറുകൾ 110 കാര്യമായൊന്നും മിണ്ടാതെ പോയി ഓത്തെടുത്തുവാ എന്നൊക്കെ ചട്ടം പറഞ്ഞ് ഒളിക്കലല്ലാതെ ആധികാരിക ആരോപണത്തിന് ആധികാരിക മറുപടി പറയേണ്ട കമ്മീഷൻ കമാന്ന് മിണ്ടിയിട്ടില്ല. ആ എൻ്റർ കീയുടെ ഒറ്റ ക്ലിക്കിൽ 5 മിനിറ്റിൽ ക്ലാരിറ്റിയാണ്. ആ മെഷീൻ റീഡബിൾ രേഖ കൊടുക്കാതെ എന്നാ നീ അങ്ങ് തെളിയിച്ചു കാണിക്കടാ എന്ന പുച്ഛത്തിൽ തള്ളിക്കൊടുത്ത 7 അടി പൊക്കത്തിൽ ടൺ കണക്കിന് പേപ്പറാണ്. 6 മാസം 40 പേർ ബ്രേക്ക് എടുക്കാതെ ഇരുന്ന ഡേറ്റ മൈനിങ് ആണ്. ആ രേഖകൾ കള്ളമാണെന്ന് പറയാൻ, അത് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ തൂക്കിക്കളയും മൂക്കിൽ കയറ്റുമെന്ന് വെറുതെ ഒരു കള്ളക്കേസ് എടുക്കാനെങ്കിലും വായിൽ നാക്കുണ്ടോ? മേലാവിലെ തമ്പ്രാക്കളെ, കമ്മീഷൻ സാറന്മാരെ നട്ടല്ലുറപ്പുണ്ടോ? നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത് നെറികെട്ട പണിയിലൂടെയാണെന്ന് ഡേറ്റ കിട്ടിയാൽ 15 മിനിറ്റിൽ തെളിയിക്കാം എന്ന നീർക്കുന്നവർ വെല്ലുവിളി ഏറ്റെടുത്ത ഡേറ്റ കൊടുക്കാൻ കരുത്തില്ലെങ്കിൽ, വായിൽ മത്തം കുത്തിയിരിപ്പാണെങ്കിൽ ആ തലതാഴ്ത്തിയിരിപ്പ് മാനക്കേടാണ്, അട്ടർ ഡിസ്ഗ്രേസിന്റെ പരകോടിയാണ്. ഈ മഹാരാജ്യത്തെ നാണം കെടുത്താതെ വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ. വെളിച്ചം കയറാത്ത കുടുസുമുറിയിലെ 80 വോട്ടർമാർ, വോട്ടർ പട്ടികയിലെ മുഖമില്ലാത്ത ഉടായ്പകൾ, വീട്ടുപേരിന്റെ സ്ഥാനത്ത് ലക്ഷണമൊത്ത വട്ടപൂജ്യങ്ങൾ, അച്ഛന്റെ പേര് HIJK LMNO, ഒറ്റ മണ്ഡലത്തിൽ മാത്രം കയ്യോടെ പിടിച്ച കള്ളങ്ങളാണ്. പോയി ഓത്തെടുക്കുന്ന അവതാ പറയാതെ രാജ്യത്തിന് വേണ്ടത് മറുപടിയാണ്. അല്ലാതെ മറുപടിയില്ലാത്ത വെപ്രാളത്തിൽ വാക്കുവിലക്കാൻ അകത്തിട്ടുകളയുമെന്ന് വിരട്ടാണെങ്കിൽ അധികാരക്കുന്നിലെ കാവിത്തമ്പ്രാക്കളെ നിങ്ങൾക്ക് ആളുമാറിയതാണ്. അന്വേഷണ ഏജൻസികൾ ആഞ്ഞിറങ്ങിയിട്ട് വിറയ്ക്കാത്തവനാണ്. അവന്റെ ഭാഷ ഈ രാജ്യത്തിന്റെ ഹൃദയം തൊട്ട ഭാഷയാണ്. ആയുധം ഈ ചുവന്ന പുസ്തകമാണ്. ആ ഞരമ്പിലെ ചോര പേടി തീണ്ടാത്ത രക്തസാക്ഷി ചോരയാണ്. അല്ലാതെ രാഷ്ട്രീയ പൈതൃകം മാപ്പെഴുത്തിന്റെ പെഡിഗ്രി അല്ല. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ ജോൺ ബ്രിട്ടാസ് MP, ശ്രീ അബിൻ വർഗീസ്, ശ്രീ TP ജയേന്ദ്രൻ, ശ്രീ പ്രമോദ് പുഴങ്കര എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ ജോൺ ബ്രിട്ടാസിലേക്ക് പോകുന്നു. ശ്രീ ജോൺ ബ്രിട്ടാസ്, അത് തെറ്റായിക്കോട്ടെ, അല്ലെങ്കിൽ അതിനകത്ത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അത് പറഞ്ഞത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. അത് വെറുതെ ആരോപണ രൂപത്തിൽ പറഞ്ഞതല്ല. മണിക്കൂറുകളെടുത്ത് കൃത്യമായ ഡേറ്റ കാണിച്ചുകൊണ്ട് ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന സംഭവങ്ങൾ ഉണ്ടായതാണ്, ഒരു മുറിയിൽ 80 പേരെന്നടക്കം, ഈ പറഞ്ഞ അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് ABCDEFGH എന്നതടക്കം രേഖാമൂലം തെളിവടക്കം സ്പെസിഫിനടക്കം പറഞ്ഞതാണ്. കേവല ആരോപണങ്ങളല്ല. എന്തുകൊണ്ടാകാം രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ മണിക്കൂർ ഇത്രയായിട്ടും ഉത്തരമുള്ള ഒരു കരുത്തുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന രേഖകളൊക്കെ വ്യാജമാണ് എന്നെങ്കിലും വെറുതെ പറയാത്തത്? ശ്രീ ജോൺ ബ്രിട്ടാസ്. കാശ്മി, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പരമപ്രധാനമാണ് വിശുദ്ധിയുള്ള ഒരു വോട്ടർ പട്ടിക. അതാണ് അതിൻ്റെ അടിസ്ഥാനം തന്നെ. വോട്ടർ പട്ടിക മലീമസമായാൽ, അത് അഡൾട്രേറ്റഡായാൽ, അത് കലർപ്പുള്ളതായാൽ എങ്ങനെയായിരിക്കും ഒരു ജനാധിപത്യ സംവിധാനം? ഇതിപ്പം രാഹുൽ ഗാന്ധി ഒരു പ്രത്യേക മണ്ഡലത്തെ മുൻനിർത്തി നടത്തിയ പഠനത്തിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടു. പക്ഷേ എനിക്ക് എൻ്റെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യം, 2019 അശോക യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകൻ സബ്യസാച്ചി സെൻ ഇതുപോലൊരു പഠനം 2019 ഇലക്ഷനെ മുൻനിർത്തി നടത്തി. അദ്ദേഹത്തിൻ്റെ ആ പഠനത്തിൻ്റെ ഗവേഷണത്തിൻ്റെ വിവരങ്ങൾ ജൂലൈ 25, 2023 പുറത്തുവിട്ടപ്പോൾ ആ ഒരു അധ്യാപകനെ പീഡിപ്പിച്ച് ആ അശോക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രാജിവെപ്പിച്ചു. അദ്ദേഹം കൃത്യമായി എങ്ങനെയാണ് 2019 തിരഞ്ഞെടുപ്പിൽ നിരവധി മണ്ഡലങ്ങളിൽ, 1 ഡസനോളം മണ്ഡലങ്ങളിൽ BJP ജയിച്ചത് എന്ന് വസ്തുതാപരമായിട്ട് കാട്ടിക്കൊടുത്തു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, പ്രതിപക്ഷം ജയിച്ചാൽ ആ സർക്കാരിനെ അട്ടിമറിക്കും. അങ്ങനെ ഒരു സംവിധാനം BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ നൂതനമായൊരു സംവിധാനം BJP കൊണ്ടുവന്നു. പ്രതിപക്ഷത്തിന് ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തങ്ങൾക്ക് താല്പര്യമുള്ള രൂപത്തിലായിരിക്കണം വോട്ടർ പട്ടിക എന്നുള്ളത്. അതായത് ഇന്ത്യയിലെ ദരിദ്ര വിഭാഗത്തിൻ്റെ കയ്യിലുള്ള ഏക ആയുധമെന്ന് പറയുന്നത് അവൻ്റെ വോട്ടവകാശമാണ്.
ആ ആയുധം അവരിൽ നിന്ന് പിടിച്ചു വാങ്ങി. 2019 പോലും 11 മണ്ഡലങ്ങളിൽ BJP ഇതുപോലെ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടത്തിയെന്ന് കൃത്യമായിട്ട് ആ സബ്യസാച്ചി വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി സൂചിപ്പിച്ചിരുന്നു, വ്യക്തമാക്കിയത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ഈ രേഖ വളരെ വസ്തുതാപരമായ രേഖയാണ്. ഇനി എനിക്ക് ഏറ്റവും പരിഹാസ്യമായി തോന്നുന്നൊരു കാര്യം എന്താ അറിയൂ, അതായത് വിവരങ്ങൾ വോട്ടർ പട്ടികയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിവരങ്ങൾ പുറത്തുവിട്ട് കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് സത്യവാങ്മൂലം നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ഓത്തെടുത്ത് പിതഞ്ഞെടുത്ത് തരണം. ഒലക്കയുടെ മൂട്. അതായത് ഇവിടെ സുതാര്യമായ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടത്താൻ നിയോഗിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ഒരു വിവരത്തെ വിലപ്പെട്ട ഒരു വിവരമായിട്ടല്ലേ കാണേണ്ടത്. അവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ തങ്ങളുടെ സംവിധാനം തകർക്കുന്ന രീതിയിൽ വോട്ടർ പട്ടികയിൽ കലർപ്പുണ്ടാകുന്നു, അതിൽ തിരിമറി ഉണ്ടാകുന്നു, അട്ടിമറി ഉണ്ടാകുന്നു എന്നുള്ള സൂചന ലഭിച്ചാൽ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചു വരുത്തി നിങ്ങളുടെ പക്കൽ കുറച്ചും കൂടി വിവരങ്ങളുണ്ടോ, ഇന്ത്യയിൽ ആരുടെയെങ്കിലും പക്കൽ വിവരങ്ങളുണ്ടോ, കൊണ്ടുവരൂ എന്നല്ലേ പറയേണ്ടത്. അതല്ലാതെ ഇതിന് തടയാൻ പാടുണ്ടോ? ഇതാണ് ജസ്റ്റിസ് MK ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള 5-അംഗ ബെഞ്ച് 2023 മാർച്ച് 2 സുപ്രധാനമായ വിധി പ്രസ്താവത്തിലൂടെ പറഞ്ഞത്. സ്വതന്ത്രമായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല എങ്കിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനം അട്ടിമറിക്കപ്പെടൂ എന്ന് പറയുന്നത്. അങ്ങനെ സ്വതന്ത്രമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന് വഴിവെക്കാൻ വേണ്ടി ആ 5-അംഗ ഭരണഘടനാ ബെഞ്ച് സുപ്രധാനമായ വിധി നൽകി. അതിലെന്തായിരുന്നു പറഞ്ഞത്? പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, ഈ 3 പേരും ഉൾപ്പെടുന്ന ഒരു സമിതിയായിരിക്കണം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് കമ്മീഷണറെയും നിയമിക്കേണ്ടതെന്ന്. ഈ സർക്കാർ എന്താ ചെയ്ത്? ഏതെങ്കിലും പാവപ്പെട്ടവരെ ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഒരു നിയമനിർമ്മാണം നടത്താൻ വേണ്ടി പതിറ്റാണ്ടുകളെടുക്കും. ഇവരെന്ത് ചെയ്തു? ആ 5-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചീഫ് ജസ്റ്റിസിനെ മാറ്റി പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന മന്ത്രി, അങ്ങനെ ആ നിയമനം എന്ത് ചെയ്തു? എക്സിക്യൂട്ടീവിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നു. ഇവർക്ക് നിഷ്പക്ഷമായ അന്വേഷണമാണ്, നിഷ്പക്ഷമായിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷനാണ് വേണ്ടത് എന്നുണ്ടായിരുന്നെങ്കിൽ ആ സുപ്രീം കോടതി വിധി അട്ടിമറിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമാണ്, ഇന്ത്യയുടെ വോട്ടർ പട്ടിക, ഇന്ത്യയുടെ ഇലക്ട്രൽ മാനേജ്മെൻറ്റ് ഇതെല്ലാം തങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരണമെങ്കിൽ തങ്ങളുടെ പാവയായി പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണമെന്നുള്ളത്. 1977 മുതൽ 2019 വരെയുള്ള തെരഞ്ഞെടുപ്പുകളെ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ടുള്ള പഠനങ്ങളിൽ സബ്യസാച്ചി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത്ര ആസൂത്രിതമായി, സംഘടിതമായി, ദുരുപദിഷ്ഠിതമായി ഒരു വോട്ടർ പട്ടിക അട്ടിമറിച്ച ഒരു സംവിധാനം മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. മുമ്പൊക്കെ ബൂത്ത് ക്യാപ്ചറിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമായിരുന്നു. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും. ഇതങ്ങനെയല്ല. ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയായിരിക്കണം ജനവിധി ഉണ്ടാകേണ്ടത്? ഒരു തരത്തിൽ തങ്ങൾക്ക് ഹിതകരമല്ലാത്ത വോട്ടർമാരെ കൂട്ടത്തോടെ ഒഴിവാക്കും, വെട്ടിക്കളയും. മറ്റൊരു തരത്തിൽ തങ്ങളുടെ പ്രവർത്തകരെ കുത്തിക്കയറ്റും. മഹാരാഷ്ട്രയിലെ 5 വർഷം കൊണ്ട് 31 ലക്ഷം വോട്ട് ചേർത്തു. പിന്നീട് 5 മാസം കൊണ്ട് 41 ലക്ഷം വോട്ട് ചേർത്തു. എത്ര മണ്ഡലങ്ങളുടെ ഭാഗധേയമാണ് അതുകൊണ്ട് മാറ്റിമറിക്കപ്പെട്ടത്. ഇപ്പോൾ ബീഹാറിൽ പിന്നോക്കക്കാര്, ദളിതര്, ന്യൂനപക്ഷങ്ങൾ ഇവരുടെയൊക്കെ വോട്ടുകൾ വെട്ടിക്കളയുന്നു. അങ്ങനെ എന്താണ് അവിടുത്തെ ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളുടെയും ഭാഗധേയം നിർണ്ണയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വോട്ടർ പട്ടിക കൃത്രിമമായിട്ട് കത്രിക കൊണ്ട് നമ്മുടെ തുണി മുറിക്കുന്ന അതേ രൂപത്തിൽ അത്ര ലളിതമായിട്ട് ഉണ്ടാക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യമെന്നുള്ള ഏറ്റവും പവിത്രമായ ഒരു സങ്കല്പത്തെ തകർക്കുന്ന ഒരു രീതിയായി മാറിയിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് പാർലമെന്റിൽ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ കാണാൻ പോയി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, അദ്ദേഹം പണ്ട് കേരള കാഡർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചു, ജ്ഞാനേഷ് കുമാർജി, നിങ്ങൾക്ക് കേരളം നല്ല പരിചയമുള്ള സ്ഥലമല്ലേ? ഇത്രയും അവബോധവും വിദ്യാഭ്യാസമുള്ള ജനങ്ങളല്ലേ കേരളത്തിലുള്ളത്. പക്ഷെ ആ കേരളത്തിലുള്ള ഒരു സാധാരണക്കാരനോട് നിന്റെ റേഷൻ കാർഡ് പറ്റില്ല, EC കാർഡ് പറ്റില്ല, നിന്റെ ആധാർ പറ്റില്ല, നിന്റെ മെട്രിക്കുലേഷൻ മാത്രം പോരാ, നിന്റെ പാസ്പോർട്ട് വേണം, നിന്റെ അച്ഛൻ്റെ അമ്മയുടെ ജനന സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ ആർക്കാണ്
3 ആഴ്ച കൊണ്ട് ഇതൊക്കെ കൊടുക്കാൻ കഴിയുന്നത് മിസ്റ്റർ ഗണേഷ് കുമാർ എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്തത്. മറുപടി ഇല്ലാത്ത ചിരികളാണ് സർ. ഈ ഇലക്ഷൻ കമ്മീഷൻ മറുപടി ഇല്ലാത്ത കുറേയധികം ചിരികൾ നമ്മൾ കുറേയധികം നാളുകളായി കാണുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ മുകളിൽ ഒരു സാറ് വേറെ ഇരിപ്പുണ്ട്. അതെ, ഞാൻ എങ്ങനെ എത്താം സർ. ടി പി ജയചന്ദ്രൻ ഇവിടെ ഇപ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി സവ്യസാചിയെ പറ്റി പറഞ്ഞു, പാമ്പുടിച്ചവൻ ഒരു അധ്യാപകൻ. ഇതല്ലല്ലോ, ഇത് രാജ്യം തിരഞ്ഞെടുത്ത രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണല്ലോ. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വിലയുണ്ടാവണമല്ലോ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ. ആ പ്രതിപക്ഷ നേതാവ് പറയുകയാണ്, എനിക്ക് ഡിജിറ്റൽ രേഖകൾ തന്നാൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത് ഈ നാണംകെട്ട ഈ നെറുകെട്ട പണിയിലൂടെയാണെന്ന് ഞാൻ തെളിയിച്ചു തരാം, 15 മിനിറ്റ് കിട്ടിയാൽ മതി എന്ന് ആ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് എന്താണ് ഓത്തെടുത്തു വാ അല്ലെങ്കിൽ രേഖ കൊണ്ടുവാ എന്ന് പറയുന്നതിന് പകരം ഇന്നാപിടി രേഖ നീ ധൈര്യയോടെ തെളിയിക്കടോ എന്നല്ലേ പറയേണ്ടത്. അതിന് തയ്യാറാവാത്ത ഈ മൗനം എന്തിനാണ് ടി പി ജയചന്ദ്രൻ? ഹാഷ്മിയുടെ ഇൻട്രോ കേട്ടപ്പോൾ എനിക്ക് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പാണ് ഓർമ്മ വന്നത്. അന്ന് രാവിലെ ഇന്ന് ബഹുമാനപ്പെട്ട എം പി പറഞ്ഞ ചില പദങ്ങളുടെ സമാനമായ പദങ്ങളായിരുന്നു താങ്കൾ പ്രയോഗിച്ചത്, അടപടലം ഡാഷ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഏതായാലും അതിനെ അനുസ്മരിപ്പിക്കുന്ന ഇതിന് എത്ര ദിവസം ആയുസ് ഉണ്ടാകുമെന്ന് ഹാഷ്മി നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി താങ്കൾ ചോദിച്ച ചോദ്യം, താങ്കൾ എം പി എന്തോ ഒരു വലിയ കാര്യം പറഞ്ഞതായിട്ടാണ് താങ്കൾ പറയുന്നത്. അദ്ദേഹം എന്തോ ഒരു ഒഴക്കയുടെ മൂടോ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. ഏതായാലും അതൊന്നും താങ്കൾ ഇടപെട്ടിട്ടില്ല, എനിക്ക് സന്തോഷം. ആ ഒരു മര്യാദ എന്നോടും ഉണ്ടാകും, ഞാൻ അത്തരം അതൊന്നും പ്രയോഗിക്കുകയില്ല. അദ്ദേഹം കേരളത്തിൻ്റെ പുറത്തായതുകൊണ്ടാവാം. ആ എം പിയോടൊന്ന് ചോദിക്കൂ, ഹാരിസ് ചിറക്കൽ എന്നൊരു ഡോക്ടർ ഉണ്ട് കേരളത്തിൽ, അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്നും അദ്ദേഹം നവീകരിക്കുന്നത് എന്താണെന്ന് ബഹുമാനപ്പെട്ട ഡൽഹിയിൽ നിന്ന് എം പി വല്ലപ്പോഴും വന്ന് കേരളത്തിൽ എത്തുമ്പോൾ അതും കൂടി ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം, ഹാഷ്മി, നിങ്ങൾ ഈ പറഞ്ഞ മഹാനായത് ഒരു ഭരണഘടനയുടെ പിൻപറ്റിക്കൊണ്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെയും പിൻപറ്റിക്കൊണ്ടല്ലേ? ആ തെരഞ്ഞെടുപ്പ് അസാധുവാണെങ്കിലും അത് കുറ്റമറ്റതല്ലെങ്കിലും അത് കളങ്കിതമാണെങ്കിലും അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് താൻ നേടിയിരിക്കുന്ന ഈ പദവിയിൽ നിന്നും താഴെ ഇറങ്ങുകയല്ലേ. അത് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹാഷ്മി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി താങ്കൾ ഇപ്പം ചോദിച്ച 2 ചോദ്യങ്ങൾക്കും ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ആധികാരികമായിട്ട് താങ്കൾ ഈ പറഞ്ഞതിന് ഉത്തരം താങ്കളത് നോക്കിയാൽ അതിൽ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ ഹാഷ്മിയോട് തിരിച്ചു കുറെ ചോദ്യങ്ങൾ, എൻ്റെ സംശയം ചോദിക്കട്ടെ. താങ്കൾ അയച്ചത് ഈ പറയുന്ന രീതിയിൽ വാതിൽ തുറന്നിട്ട് രേഖകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? വാതിൽ തുറന്നിട്ട് ഈ ടൺ കണക്കിന് രേഖകളുമായി രാഹുൽ ഗാന്ധി ലോറി പിടിച്ചു വരുന്ന വെയിറ്റ് ചെയ്യുകയാണ് ഈസി. അങ്ങനെയാണ് താങ്കൾ അയച്ചെന്ന രേഖ. എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം 15 മിനിറ്റിൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത് ഈ കള്ളവോട്ട് വാങ്ങിയാണ് എന്ന് ഞാൻ തെളിയിച്ചു തരാമെന്ന് പറയുന്നത് ആരാ? ആധികാരികം പറയുന്നത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. ഈസി ചെയ്യേണ്ടത് എന്താണ്? ഇന്നാവിടെ ഡീറ്റെയിൽ ഡേറ്റ നീ ധൈര്യം കൊണ്ട് തെളിയിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല എന്ന് തെളിയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് ആർക്കാ? ഈസിക്കല്ലേ? അത് നാണക്കേടാർക്കാ? രാഹുൽ ഗാന്ധിക്കല്ലേ പിടിച്ചകത്തിട്ടൂടെ വ്യാജം പറഞ്ഞതിന്? ചെയ്യാത്ത എന്താ? പേടിക്കുന്ന എന്തിനാ? എം പിയുടെ അത്ര വലിപ്പമൊന്നുമില്ലെങ്കിൽ ഹാഷ്മി, ആ മര്യാദ എനിക്കും തരണം. ഞാൻ നിങ്ങൾ ചോദിച്ച ഉത്തരം പറഞ്ഞോട്ടെ, എന്നിട്ട് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഇടപെട്ടോ ഇനി ചോദ്യം ചോദിച്ചോ. ഒന്ന്, ഹാഷ്മി, ഒരു കലത്തിൽ ചോറ് വെന്തോ നോക്കാൻ അധികം ഒന്നും എടുത്ത് ഞെക്കി നോക്കേണ്ട കാര്യമില്ല. 2 വറ്റ് നെക്കി നോക്കിയാൽ മരി എടുത്താൽ അമ്മ പറയും ഇത് വെന്തതാണോ ഇല്ലയോ എന്ന്. ഇനി നിങ്ങൾ ഈ പറയുന്ന മഹാൻ ഉന്നയിച്ച ഒരാരോപണം ഹാഷ്മി എഴുതി വെച്ചോ. ആദിത്യ ശ്രീവാസ്തവ, വിശാൽ സിംഗ് ഇവർക്ക് യു പിയിൽ വോട്ടുണ്ട്. യു പി ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ കുറിപ്പ് വന്നിരിക്കുന്നു. ഏത് മണ്ഡലത്തിൽ എവിടെയാണ് അദ്ദേഹത്തിന് വോട്ട്? അങ്ങനെ ഒരു വോട്ട് അയാൾക്കില്ല. രണ്ടാമത്, നിങ്ങൾ എന്തോ ഒരു 80ന്റെ കഥയൊക്കെ പറയുന്നത് കേട്ടു നിങ്ങളെ ഇൻട്രോയിൽ വളരെ മനോഹരമായിട്ട്. 80 പേര് ഏതോ ഒരു കുടിസ് മുറിയിലുണ്ട് എന്ന്. NDTVയുടെ വാർത്ത ഞാൻ അയച്ചു തരാം. ജയറാം റെഡ്ഡി എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് ഹാഷ്മി ഈ 80 വീടുള്ളത്. വാർത്ത വേണേ കുറിപ്പ് ഞാനിത് നിർത്തിയിട്ട് അയച്ചു തരാം. അപ്പൊ താങ്കൾ സമ്മതിക്കുക? അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണ്, സമ്മതിക്കുക അല്ലേ? അത് കോൺഗ്രസ്സുകാരനായിക്കോട്ടെ BJP-ക്കാരുടെ ആരും ആയിക്കോട്ടെ, ഒരു കുടിസുമുറിയിൽ 80 പേരുണ്ട് എന്ന രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ രേഖകൾ ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച് ശരിയാണ്, സമ്മതിക്കുക അല്ലേ? താങ്ക് യു ടി പി. ജനാധിപത്യത്തെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥനാവല്ല. നമ്മൾ ചർച്ച തുടങ്ങുകയല്ലേ, ഒരു 10 മിനിറ്റെങ്കിലും അല്ല ഒരു 5 മിനിറ്റ് എനിക്ക് തന്നിട്ടല്ലേ. ഹാഷ്മി, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ടർ ലിസ്റ്റ് കുറ്റമറ്റതാക്കേണ്ട ബാധ്യത ആർക്കാണ്? ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് പത്രിക വൃത്തിയാക്കേണ്ട ബാധ്യതയുണ്ട്. ഞാൻ ഹാഷ്മിയുടെ ബോധ്യത്തിന് പറയാം. മഹാരാഷ്ട്രയിലെ കരട് വോട്ടർ പട്ടിക നവംബർ 2024 പാസാക്കി. കോൺഗ്രസ് ഇന്ത്യയിലെ വലിയ പാർട്ടിയാണ് ഹാഷ്മി, നിങ്ങൾ മൂട് താങ്ങുന്ന കോൺഗ്രസ്. 5 കോടി അംഗങ്ങളുണ്ട്. എല്ലാ ബൂത്തിലും കോൺഗ്രസിന് BLA-മാരുണ്ട്. എന്തിനാണ് ഹാഷ്മി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയുടെ കോപ്പി സൗജന്യമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്നത്?
ബ്രിട്ടാസാറിന് അറിയുമോ ഫോം നമ്പർ 6, ഫോം നമ്പർ 7, ഫോം നമ്പർ 8? എന്തിനാണ് ബ്രിട്ടാസാറെ ഈ 3 ഫോം അച്ചടിച്ചിരിക്കുന്നത്? 1960 രാഹുൽ ഗാന്ധിയുടെ മുത്തുമുത്തച്ഛൻ ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കിയ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ് ആക്ട് പ്രകാരം ഉള്ള ഒരു നിയമമാണ് അത്. വോട്ട് ചേർക്കാൻ ഫോം നമ്പർ 6, വോട്ട് തള്ളാൻ ഫോം നമ്പർ 7, വോട്ട് തിരുത്താൻ ഫോം നമ്പർ 8. ഒറ്റ ചോദ്യം, 2025 ജനുവരി മാസം 1-ാം തീയതി കരട് വോട്ടർ പട്ടിക കിട്ടിയപ്പോൾ ഈ മഹാന്റെ കോൺഗ്രസിന്റെ പാർട്ടിക്കാര് അല്ല ഹാഷ്മി എന്ത് ചെയ്യുകയായിരുന്നു അവിടെ? എന്റെ മാഷ എന്റെ ചോദ്യം ഓർത്ത് നിൽക്കണം. എന്റെ ചോദ്യത്തിലേക്ക് മാഷ് വരുന്നേ ഇല്ല. എന്റെ ചോദ്യത്തിലേക്ക് മാഷ് വരുന്നതേ ഇല്ല. ഇസിയോട് രേഖകൾ ചോദിച്ചു രാഹുൽ ഗാന്ധി. ഇസിയോട് രേഖകൾ ചോദിച്ചു രാഹുൽ ഗാന്ധി. ഇസി കൊടുത്ത രേഖ എന്താണ്? ഇത് കൊടുത്താലും ഇത് ഏതെങ്കിലും തരത്തിൽ മെഷീൻ റീഡ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള 7 അടി പൊക്കത്തിൽ ടൺ കണക്കിന് വെയിറ്റുള്ള കുറെ അധികം പേപ്പറുകൾ കൊടുത്തുവിട്ടു. ഇസി എന്ത് വിചാരിച്ചു? ഇത് കണ്ട് ആരായാലും പേടിച്ചു പോകും. 6 മാസം 40 പേർ ഒരു ദിവസം ഒരു ഓഫ് എടുക്കാതിരുന്ന് വർക്ക് ചെയ്ത് രേഖകൾ പുറത്തുവിട്ടു. രാഹുൽ ഗാന്ധി പറയുന്നു, കൃത്യം 15 മിനിറ്റിൽ ഈ ഡീറ്റെയിൽ രേഖ എനിക്ക് തന്നാൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത് ക്രമക്കേടിലൂടെയാണ് തെളിയിക്കാം എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവാണ്. എന്റെ ചോദ്യം ടി.പി. ജയേന്ദ്രൻ മാഷെ, ഈസി പറയണ്ടേ, ധൈര്യമുണ്ടെങ്കിൽ താങ്കൾ തെളിയിക്കടോ എന്ന് പറഞ്ഞ രേഖ കൊടുക്കാൻ പേടി എന്തിനാ മാഷേ? ഹാഷ്മി എന്നെ പറയാൻ സമ്മതിക്കൂ ഹാഷ്മി? ഇല്ലെങ്കിൽ ഞാൻ നിർത്താം. അല്ല മാഷ് പറയൂ. ഹാഷ്മി കമൽനാഥ് വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 2018 ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ മുമ്പാകെ 2017 ഈ കേസ് 2018 ഹാഷ്മി നോട്ട് ചെയ്തോ? നിങ്ങളുടെ ലീഗൽ സെല്ലോട് ചോദിക്കുക ജയചന്ദ്രൻ പറഞ്ഞത് ശരിയാണോ എന്ന്. റിട്ട് പെറ്റീഷൻ 935/2018, റിട്ട് പെറ്റീഷൻ സിവിൽ പെറ്റീഷൻ 1000/2018. സുപ്രീം കോടതി ഹർജി തള്ളി പറഞ്ഞതെന്ന് ഹാഷ്മി വായിച്ചു നോക്ക് എന്താ പറഞ്ഞത് എന്ന്. പട്ടിക ഫോർമാറ്റ് തീരുമാനിക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷന് തന്നെയാണ്. അത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു. സ്വകാര്യത സംരക്ഷണ പ്രകാരം 45 ദിവസം മാത്രമേ ഇത് സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതും വിഇപാറ്റ് ആവശ്യം നേരത്തെ പ്രകാശ് ജോഷി ECI കേസിൽ തള്ളിയതാണ്. ഹാഷ്മി, ഇന്ത്യ രാജ്യത്തെ സുപ്രീം കോടതി പാസാക്കിയ ഒരു നിയമം ലംഘിക്കാൻ ഹാഷ്മിക്ക് ധൈര്യമുണ്ടോ? എന്താണ് നിങ്ങളുടെ ചാനലിൽ പറയട്ടെ എന്താണ് നിയമം? ഇരകളുടെ ചിത്രം നിങ്ങൾ എന്താ പ്രദർശിപ്പിക്കാത്ത ഹാഷ്മി? ഞാൻ കളവാണ് പറയുന്നത് എന്ന് വന്നാൽ നിങ്ങൾ പറയുന്നിടത്തൊന്ന് ഞാൻ മാപ്പ് പറയാം. വോട്ടർമാരുടെ സ്വകാര്യ സംരക്ഷണത്തിന് അവകാശമുണ്ട് കോടതി. ടെക്സ്റ്റ് ഫോർമാറ്റിൽ ഈ പറയുന്ന പേപ്പർ കൊടുത്ത രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത ഈസിയാ. പറയട്ടെ, ഈ പറയുന്ന രേഖകൾ, ഈ പറയുന്ന സ്വകാര്യ രേഖകൾ രാഹുൽ ഗാന്ധി കൊടുത്ത ഈസിയാ അല്ലെന്ന് ഈസി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. മാഷി പറയുന്ന ഈ പറയുന്ന വാദങ്ങൾ വിദണ്ഡവാദങ്ങളാണെങ്കിലും ആ വിദണ്ഡവാദങ്ങളുമെങ്കിലും തുറന്നു പറയാനുള്ള ബാധ്യത രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ ഇല്ലേ ടി.പി.? ഹാഷ്മി, ഞാൻ സാധാരണ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി പറയാറില്ല. ആ മര്യാദ, നിങ്ങൾ ബ്രിട്ടാസോട് കാണിച്ച മര്യാദ, ഒലക്കേടെ മൂട് പറഞ്ഞപ്പോൾ പോലും നിങ്ങൾ വികാരം കൊണ്ടില്ല. നിങ്ങളൊന്ന് എനിക്ക് തരുമോ? നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുന്നത് കോടതിയുടെ രേഖയാണ് ഞാൻ പറയുന്നത്. നോക്കൂ, ടെക്സ്റ്റ് ഫോർമാറ്റിൽ നൽകുന്നത് മൈനിങ്ങിനോ വോട്ടർ പ്രൊഫൈലിങ്ങിനോ ഇടയാക്കും. ഹാഷ്മി, ഞാൻ പറഞ്ഞ റിട്ട് പെറ്റീഷൻ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ് ഹാഷ്മി. ഇല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം അതിന്റെ കോപ്പി. ഇപ്പോ സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് അതിനപ്പുറം പറയാൻ ഇവരാളെ കൊമ്പുണ്ടോ ഇയാൾക്ക്? ഇനി ഇയാളെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യം ഹാഷ്മിയോട് അങ്ങോട്ട് ചോദിക്കട്ടെ. ഈ മനുഷ്യന്റെ വിശ്വാസത്തെ കുറിച്ച് ഞാൻ 2 കാര്യം ചോദിച്ചു. അല്ല, 2019 മരിച്ചുപോയ അരുൺ ജെയ്റ്റ്ലി 2020 വന്ന് കർഷക സമരത്തിൽ എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് ഇയാൾ പറഞ്ഞിരുന്നോ? ഇത് അന്വേഷിക്കാൻ തെളിവ് കൊണ്ടുപോവാ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിരുന്നോ? തീർന്നില്ല. ബഹുമാന്യനായ മുൻ കേന്ദ്രമന്ത്രി മനോഹർ പരീക്കർ ക്യാൻസർ ബാധിന് മരിക്കാൻ കിടക്കുമ്പോ രോഗിയെ കാണാൻ എന്ന അദ്ദേഹം അവിടെ ചെന്നു. ഹാഷ്മി കേട്ടിട്ടുണ്ടോ ഈ മനുഷ്യന്റെ വിശ്വാസ്യത, ക്രെഡിബിലിറ്റി? അദ്ദേഹം പുറത്തു വന്ന് പറഞ്ഞു, റാഫേൽ ഇടപാട് എനിക്കൊന്നും അറിയില്ലെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഹാഷ്മിക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ മാധ്യമ പ്രവർത്തകനല്ലേ? മൂക്കിൽ ഓക്സിജൻ സിലിണ്ടറും വെച്ച് വീൽ ചെയറിൽ പാർലമെന്റിൽ വന്നു ആ മന്ത്രി. ഇദ്ദേഹം പറഞ്ഞ പച്ചക്കള്ളം അതിന് അദ്ദേഹത്തിന്റെ സങ്കടം രേഖപ്പെടുത്താൻ 3 ഹാഷ്മി ഫ്രഞ്ച് പ്രസിഡന്റ് പ്രസിഡന്റുമായിട്ട് അദ്ദേഹം അതിനകത്ത് സീക്രട്ട് ക്ലോസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് അവസാനം മാക്രോൺ തന്നെ പറഞ്ഞു പച്ചക്കള്ളമാണെന്ന്. തീർന്നില്ല ഹാഷ്മി, ചൗക്കീദാർ ചോർഹെ എന്ന് പറഞ്ഞു. ആ ചൗക്കീദാർ ചോർഹെ എന്ന് പറഞ്ഞപ്പോൾ അത് കോടതി ശരിവെച്ചു എന്ന് ഇലക്ഷൻ യോഗത്തിൽ പറഞ്ഞു. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വന്നപ്പോ മാപ്പ് പറഞ്ഞു. താങ്കൾ രാഹുൽ ഗാന്ധിക്ക് വിശ്വാസതയില്ല എന്ന് പ്രൂവ് ചെയ്യാൻ താങ്കൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് അവരോട് ചോദിക്കുകയും ചെയ്യാം. പക്ഷേ എന്റെ ചോദ്യത്തിന് മറുപടി വന്നിട്ടില്ല. ശരി, ഓക്കെ ടി.പി. പക്ഷേ ഒലക്കയുടെ മൂട് എന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു. താങ്കൾ മൂട് താങ്ങി
എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു, അയാൾ ഇയാൾ എന്നൊക്കെ പ്രതിപക്ഷ നേതാവിനെ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു. പോട്ടെ, ഒരു ഇതൊന്നും അസഭ്യ ഒലക്കയുടെ മൂടാണെങ്കിലും, മൂട് താങ്ങി എന്ന് പറയുന്നതാണെങ്കിലും അസഭ്യമൊന്നുമല്ല. ഓക്കെ, അബിൻ വർക്കി, ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ സത്യവാങ്മൂലം കൊടുക്കേണ്ടത് ആർക്കാ? ഇലക്ഷൻ കമ്മീഷനാ. ഏത് ഇലക്ഷൻ കമ്മീഷൻ? രാഹുൽ ഗാന്ധി വോട്ട് ചോരിക്ക് കൂട്ടുനിൽക്കുന്നു, ഈ പറയുന്ന ഭരണകൂടത്തിന് ദാസ്യപ്പണി ചെയ്യുന്നു എന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്ന അതേ ഇലക്ഷൻ കമ്മീഷനാണ്. നിങ്ങൾ അവിടെ വാതിൽ തുറന്നിരിക്കുകയാണ്. എന്താണ് വാതിൽ തുറന്നിരിക്കുന്നത്? ടൺ കണക്കിന് രേഖ രാഹുൽ ഗാന്ധി ലോറിയിൽ പോയി തെളിവായി കൊടുക്കാൻ. ഒന്ന്. രണ്ട്, എന്തുകൊണ്ട് കോടതിയിലേക്ക് പോകുന്നില്ല എന്നാണ് ചോദ്യം. കോടതിയിലേക്ക് പോയാൽ അത് മഹാദേവപുര. ഇപ്പോൾ ശ്രീ ടി പി ചന്ദ്രമാഷ് പറഞ്ഞു, ഒരു കലത്തിലെ ചോറ് വെന്തോ എന്ന് നോക്കാൻ 2 വറ്റ് നോക്കണ്ട. ശരിയാണ്, മഹാദേവപുര 2 വറ്റാണ്. ആ 2 വറ്റിലേക്ക് മാത്രം ഒതുങ്ങും. നിങ്ങൾക്ക് രാഷ്ട്രീയമായി മിണ്ടാൻ പറ്റില്ല. മഹാദേവപുര എന്താണ്? രാഷ്ട്രീയം മിണ്ടിയാൽ സബ്ജുഡീസ് ആവും. അത് കോടതി പറയട്ടെ എന്ന് പറയും. കോടതിയിൽ ഇത് കിടക്കും, വർഷങ്ങളോളം കിടക്കും. യഥാർത്ഥത്തിൽ ആരോപണത്തിന്റെ തുടർച്ചയിൽ ഇത് മുന്നോട്ടേക്ക് എങ്ങനെ കൊണ്ടുപോകും എന്ന കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട്, അബിൻ വർക്കി. തീർച്ചയായിട്ടും അങ്ങനെയല്ല ഹാഷ്മി. ഒന്ന്, ഇത് ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷനെ തന്നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആരോപണമാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇതിൽ കുറ്റാരോപിതനാണ് എന്നോ അല്ലെങ്കിൽ അവരൊരു ഷെയ്ഡി ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. അപ്പോൾ അങ്ങനെ ഷെയ്ഡി ആയിട്ട് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് തന്നെ നിന്ന് നമ്മൾ വീണ്ടും പരാതി പറയുമ്പോൾ ഉണ്ടാകുന്ന മറുപടികൾ എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ജയേന്ദ്രൻ മാഷ് ഇത്രയധികം കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ മഹാദേവപുരയുടെ മാത്രം കാര്യം എടുക്കുക. അവിടെ ഒരു അഡ്രസ്സിൽ തന്നെ 10,452 അല്ലെങ്കിൽ സിംഗിൾ അഡ്രസ്സിൽ ഒരു അഡ്രസ്സിൽ 80 വോട്ടുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കോ നിങ്ങൾക്കോ സംശയമില്ല. വിവിധ TV ചാനലുകൾ ആ സിംഗിൾ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ ആ 80 പേര് പോയിട്ട് 8 പേര് പോലും അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനത്തെ 10,452 വോട്ടുകൾ ഉണ്ട് എന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത്. പിന്നെ 153 ബിയറി ക്ലബ്, ഒരു ബ്രൂവറിയുടെ പേരിൽ 68 വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു. ആ ബ്രൂവറിയിൽ ഇന്ന് അങ്ങനെ 68 പേരുമില്ല, 6 പേരുമില്ല എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ അവിടെയും ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ ഫസ്റ്റ് ടൈം വോട്ടേഴ്സിൻ്റെ പേരിൽ ഫോം നമ്പർ 6 കൊടുത്ത് അവിടെ വലിയ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത്, ശകുൻ റാണി എന്ന് പറയുന്ന ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ട് അവർക്ക് 70 വയസ്സായ വ്യക്തി ഫോം നമ്പർ 6 വെച്ച് ഒരു വോട്ടർ പട്ടികയിൽ തന്നെ 2 പ്രാവശ്യം പേര് വരികയും ആ 2 വോട്ടുകൾ ചെയ്തതുമായി ബന്ധപ്പെട്ട രേഖകളും പുറത്തുവിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനും നമുക്ക് വ്യക്തത കുറവില്ല. എന്ന് പറഞ്ഞാൽ മഹാദേവപുര എന്ന് പറയുന്ന ഒരു സിംഗിൾ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവിടെ നടന്ന വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളിൽ എനിക്കോ നിങ്ങൾക്കോ യാതൊരു വിധത്തിലുള്ള ഒരു സംശയവുമില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. പിന്നെ ആദിത്യ ശ്രീവാസ്തവയുടെ കാര്യം പറഞ്ഞു. ആദിത്യ ശ്രീവാസ്തവ ലക്നൌവിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നുവെന്നും മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നുവെന്നും കർണാടകയിൽ ഒരു മണ്ഡലത്തിലെ തന്നെ 2 ബൂത്തിലുണ്ടായിരുന്നു എന്നുള്ളതും ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് അടുത്തെപ്പോഴോ അപ്ഡേറ്റ് ചെയ്തപ്പോൾ, അത് എപ്പോഴാണെന്ന് നമുക്കറിയില്ല, അതിന്റെ തെളിവുകൾ പുറത്തു വരും. അടുത്തെപ്പോഴോ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഇത് ഫിക്സ് ചെയ്തു എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ UP-യിലെ വോട്ടും മഹാരാഷ്ട്രയിലെ വോട്ടും തള്ളിക്കളഞ്ഞപ്പോൾ കർണാടകയിൽ മാത്രമാണ് ഉള്ളത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്, ആദിത്യ ശ്രീവാസ്തവയുടെ പേര്. അതുപോലെ തന്നെ മറ്റു പേരുകളും ഒക്കെ പറയുമ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ വസ്തുതാപരമാണ് എന്നുള്ളത് ഈ ലോകം മുഴുവൻ തിരിച്ചറിയുകയും അത് യാഥാർത്ഥ്യമാവുകയും ചെയ്ത വസ്തുതയാണ്. ഇനിയുള്ള പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് എന്താ? ഹരിയാന തെരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുകളിൽ ഇലക്ഷൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ തന്നെ BJP വലിയ വോട്ട് അട്ടിമറി നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് തെളിയിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? കൃത്യമായ വോട്ടർ പട്ടിക വേണം. എന്താണ് ആ വോട്ടർ പട്ടികയുടെ പ്രത്യേകത? ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്ന വോട്ടർ പട്ടിക അതിൻ്റെ ഡിജിറ്റൽ ഫോം ആണെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അത് താരതമ്യപ്പെടുത്തി പെട്ടെന്ന് തന്നെ റിസൾട്ട് എടുക്കാൻ സാധിക്കും. എത്ര ഡബിൾ വോട്ടർമാരുണ്ട്, എത്ര സിംഗിൾ അഡ്രസ് ഉണ്ട്. ഇപ്പം നമുക്കറിയാം കർണാടകയിൽ 10,000-ഓളം വോട്ടുകളിലാണ് അച്ഛൻ്റെ പേരിൽ ABCD EFG HIJK LMNOP എന്നുള്ളത്. അതൊക്കെ BJP-കാരൻ കണ്ടതാണല്ലോ. ആ ABCD ഉള്ള അച്ഛൻ്റെ മക്കൾ ആരാണെന്നുള്ളത് ഇതേവരെ കർണാടകക്കാർക്കോ നമുക്ക് ആർക്കോ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ്. എന്ന് പറഞ്ഞാൽ ആ ഡിജിറ്റൽ ഫോമുള്ള വോട്ടർ പട്ടിക കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത് കേവലം ഒരു സോഫ്റ്റ്വെയറിന്, ഇന്നിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളർന്ന ഈ കാലഘട്ടത്തിൽ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി ഇത് മുഴുവൻ കണ്ടെത്താൻ സാധിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആ ഡിജിറ്റൽ രേഖകൾ കൊടുക്കാത്തത്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. 2,
CCTV ദൃശ്യങ്ങൾ. ഇപ്പോൾ ഞാൻ ആദ്യം ശകുൻ റാണിയുടെ കാര്യം പറഞ്ഞു. എന്താണ്, അവർ 2 മണ്ഡലത്തിലും ഒരേപോലെ വോട്ട് ചെയ്തു. ഫോം നമ്പർ 6 ഉപയോഗിച്ച് കള്ളത്തരമാണ് കാണിച്ചത്. അവർ 2 മണ്ഡലത്തിലും വോട്ട് ചെയ്തു എന്ന് തെളിയിക്കുന്നത് എവിടെയാണ്? CCTV ഫൂട്ടേജ് ലഭ്യമാക്കുമ്പോഴാണ്. ആ CCTV ഫൂട്ടേജിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ചെയ്തത്? 45 ദിവസത്തിനുള്ളിൽ അത് ഞങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ഇനി അത് ലഭ്യമല്ല എന്നാണ് പറയുന്നത്. എന്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ ഒരു നിയമം പരിഷ്കരിച്ച് ഇത്രയധികം തിടുക്കം കാണിച്ചത് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. ഇനി മൂന്നാമത്തെ പ്രശ്നം, ഞങ്ങൾ പരാതി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ കർണാടകയിൽ മഹാദേവപുര എന്ന വിഷയത്തിൽ കർണാടക കോൺഗ്രസ് കമ്മിറ്റി പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ കർണാടക കോൺഗ്രസ് കമ്മിറ്റി തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. അവർക്ക് വീണ്ടും രാഹുൽ ഗാന്ധിക്കെതിരെ വർത്തമാനം പറയുന്നതിന് പകരം ആ പരാതി പരിഗണിച്ച് ഇത് വസ്തുതയാണോ വസ്തുതാ വിരുദ്ധമാണോ എന്ന് തെളിയിക്കാനുള്ള അവസരമുണ്ടല്ലോ. എന്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ അവിടെ ഒളിച്ചുകളി നടത്തുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇത് രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കണ്ടെത്തേണ്ട കാര്യങ്ങളല്ലേ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഇപ്പൊ മനസ്സിലാക്കൂ ഹാഷ്മി, ബാംഗ്ലൂർ സെൻട്രൽ പോലെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് വോട്ടുകൾ എന്ന് പറഞ്ഞാൽ താമസം മാറിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ ഉള്ള ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പൊ ഹാഷ്മി ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന വ്യക്തിയാണ്. ഹാഷ്മിയുടെ ഫ്ലാറ്റിന്റെ അപ്പുറം താമസിക്കുന്നത് ആരാണെന്ന് ഹാഷ്മിക്ക് പോലും അറിവുണ്ടാകില്ല. അങ്ങനെ 400ഉം 500ഉം അപ്പാർട്ട്മെന്റുകളുള്ള ഫ്ലാറ്റിൽ വന്ന് കള്ള വോട്ടുകൾ ചേർത്താൽ അതിനകത്ത് അത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡിജിറ്റൽ രേഖ വേണം, ഇല്ലെങ്കിൽ കൃത്യമായ ഒരു വോട്ടർ പട്ടികയെങ്കിലും തന്നെ. അല്ലാത്ത പക്ഷം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് പറഞ്ഞ് നമുക്ക് ആ ഫ്ലാറ്റിൽ കയറി ചെന്നാൽ അതിന്റെ അസോസിയേഷൻകാരെങ്കിലും നമുക്ക് കയറാനുള്ള അനുമതി തരുമോ ഹാഷ്മി? അപ്പൊ അതുകൊണ്ടാണ് 40 പേരിരുന്ന് 6 മാസം എടുത്ത് തന്ന വോട്ടർ പട്ടിക നിരന്തരമായി പരിശോധിച്ചാണ് ഒരൊറ്റ മണ്ഡലത്തിലെ മാത്രം ഈ തട്ടിപ്പ് ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് കേവലം ഒരു മഹാദേവപുര മാത്രമല്ല, മഹാദേവപുരയ്ക്കും അപ്പുറമായിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും ഹരിയാന തെരഞ്ഞെടുപ്പിലും ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ ബോധ്യമാണ്. ആ ബോധ്യം തെളിയിക്കണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഈ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലുള്ള ആരോപണം, അവർക്ക് മേലുള്ള ആരോപണം തെളിയിക്കാൻ ഒറ്റ കാര്യം മതി. എന്താണ്? ആ ഡിജിറ്റൽ വോട്ടർ പട്ടിക ഒന്ന് കൊടുത്തേക്കുക, രാഹുൽ ഗാന്ധിക്ക് കൊടുത്തേക്കുക. അതേമാതിരി ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ രാഹുൽ ഗാന്ധി കഴിവ് കെട്ടവനും കഴിവില്ലാത്തവനും അദ്ദേഹത്തിന് ബോധമില്ലാത്തവനും എന്നൊക്കെയാണല്ലോ BJP-കാരനും അവരുടെ സംഘപരിവാർ സൈബർ ഹാൻഡിലുകളും പറയുന്നത്. ശരി സാർ, നിങ്ങൾ ആ ഡിജിറ്റൽ വോട്ടർ പട്ടിക ബുദ്ധിയുള്ള ഇലക്ഷൻ കമ്മീഷൻ ഒന്ന് തരട്ടെ, ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ. ഞങ്ങളൊന്ന് പരിശോധിച്ചു എന്നോർത്ത് ഇവിടെ മലയൊന്നും മറയാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് തരാത്തിടത്തോളം കാലം ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണ വിധേയരാണ്. അതും മാത്രമല്ല, ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റ് തന്നെ ഡൗൺ ആയി. നമ്മുടെ മലയാളത്തിലെ പല പ്രമുഖരായ വ്യക്തികളും അതിന്റെ വീഡിയോ, യൂട്യൂബർമാരൊക്കെ, മീഡിയ പേഴ്സൺസ് അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്താണ്? നമ്മളൊരു വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയാൽ ആ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യാൻ നോക്കാൻ നമുക്ക് കിട്ടില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനഃപൂർവ്വം തന്നെ ആ സൈറ്റ് തന്നെ ഡൗൺ ആക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ രീതിയിൽ ഡൗൺ ആക്കിയതാണോ അതോ എല്ലാവരും കൂടെ ഈ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യാൻ കയറിയപ്പോഴത്തേക്ക് ഡൗൺ ആയതാണോ നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അതിൽ ഈസി എന്തെങ്കിലും പറയട്ടെ. പക്ഷേ ഈസി പറയേണ്ട മറുപടി ഒന്നും അല്ലല്ലോ. പ്രമോദ് പുഴങ്കര, ഈസി പറയേണ്ട മറുപടി എന്താണ്? ഇപ്പോൾ TP ജയേന്ദ്രൻ മാസ്റ്റർക്കും സംശയമില്ല, ഒരു ഒറ്റ കുടുസുമുറി വീട്ടിൽ ഇപ്പോൾ അവിടെയുള്ളത് ഏതോ ഫുഡ് ഡെലിവറി ബോയ് മാത്രമാണ്. 80 പേർ അവിടെ അവിടെ ജീവിക്കാൻ ഒരു പോസിബിലിറ്റി ഇല്ലെന്ന് TPക്ക് മറുപടിയില്ല, TPക്കും സംശയമില്ല. 80 പേരിൽ ബാക്കിയുള്ളവർ ആരൊക്കെയാണെന്ന് ഇപ്പോഴും അജ്ഞാതമാണ്. ഈ അച്ഛൻ്റെ പേര് ABCDEFGHIJKLMNO എന്ന് ഇംഗ്ലീഷ് അക്ഷരമാല പേരുള്ളവർ അതാരുടെ മക്കളാണെന്ന് ഇപ്പോഴും അജ്ഞാതമാണ്. ഈ പറയുന്ന വീട്ടഡ്രസ്സ് വട്ടപ്പൂജ്യമായി നിൽക്കുന്നത് ആയിരക്കണക്കിനാണ് എന്ന് പറയുന്നതിന് മറുപടിയില്ല. ഇലക്ഷൻ കമ്മീഷൻ ഈ പറയുന്നതൊന്നും വ്യാജമാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. രേഖ കൊണ്ടുവാ, പരിശോധിക്കാം, അല്ലെങ്കിൽ ഓത്തെടുത്തുവാ, സത്യവാങ്മൂലം എന്താ എന്ന് പറഞ്ഞ് വാതിൽ തുറന്നിട്ട് മറുപടിയാവുമോ? പ്രമോദ് പുഴങ്കര, ഇവിടെ ഉണ്ടാവുന്ന ഗുരുതരമായ സംശയം എന്താണ്? ഈ രാജ്യത്തിൻ്റെ രക്തധമനിയായ ജനാധിപത്യത്തെ കഴുത്തറത്ത് കൊന്ന ചോര ഈസിയുടെ കൈകളിലുണ്ടോ എന്ന ചോദ്യം ചോദിക്കുന്ന പ്രതിപക്ഷ നേതാവാണ്. അതിന് രാജ്യത്തിന് മറുപടി വേണം, ഈ പറയുന്ന മുട്ടാപ്പോക്കല്ലാതെ. പ്രമോദ് പുഴങ്കര, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പത്രക്കുറിപ്പുകളും മാധ്യമങ്ങൾക്ക് പൊതുജനങ്ങൾക്കായി നൽകുന്ന കുറിപ്പുകൾ, അതിനിടയിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ അത് BJPയുടെയോ സംഘപരിവാറിൻ്റെയോ കാര്യാലയത്തിൽ നിന്ന് വരുന്ന മുദ്രാവാക്യങ്ങളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. അവരിപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവരിപ്പോൾ വെല്ലുവിളിക്കുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി എന്നുള്ള രീതിയിലല്ലല്ലോ നമ്മൾ കണ്ടത്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ
ഭരണഘടനാനുസൃതമായ പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ പാർലമെന്ററി ജനാധിപത്യ സമ്പ്രദായത്തിൽ കൃത്യമായി ജനങ്ങളുടെ ആവശ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണഘടനാപരമായി ഇന്ത്യയിൽ ഒരു ഓപ്പോസിഷൻ ലീഡറുണ്ട്. അത് ആരുടെയും ഔദാര്യമല്ല, അത് ജനങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. ഈ ജനാധിപത്യ സമ്പ്രദായത്തിൽ പ്രതിപക്ഷ നേതാവ്, രാഷ്ട്രീയ കക്ഷികൾ, ഇനി പൊതുജനത്തിലെ ഏതെങ്കിലും ഒരു സംഘം, ഏതെങ്കിലും ഒരു വ്യക്തി പോലും ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഈ ജനാധിപത്യത്തിൽ ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യത്തെയാണല്ലോ നമ്മളൊരു ജനാധിപത്യ സമൂഹം എന്ന് വിളിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഉന്നയിക്കുകയും അതിന് തങ്ങളുടെ പക്കലുള്ള തെളിവുകൾ ഉന്നയിക്കുകയും പൊതുസമൂഹത്തിന് മുന്നിൽ അത് വെക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളൊരു സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് തരൂ, അല്ലെങ്കിൽ 200 രൂപയുടെ മുദ്രപത്രം വാങ്ങി അതിൽ നോട്ടറിയുടെ ഒപ്പം വെച്ച് കൊണ്ടുവന്ന് തന്നാൽ അപ്പം ഞങ്ങൾ കളിക്കാനിറങ്ങാം എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലുള്ള തെരുവുകുണ്ടയുടെ ഭാഷയിൽ സംസാരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് സംഘപരിവാറിൻ്റെ ജനാധിപത്യ വിരുദ്ധ ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയ അധികാരത്തിൻ്റെ യന്ത്രം എങ്ങനെയാണ് ഇന്ത്യയുടെ ജനാധിപത്യ ഘടനയെ, ഒരു ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഘടനയെ, അതിൻ്റെ ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റത്തിനെ, നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അടങ്ങുന്ന ഇലക്ഷൻ കമ്മീഷനും അതിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെയുള്ള ഒരു ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റത്തിന്, എക്സിക്യൂട്ടീവും മറ്റ് ഇത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും അടങ്ങുന്ന ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റത്തിനെ സമ്പൂർണ്ണമായും ദുർബലമാക്കുകയും ക്രമേണ അതിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു വഴിയിലേക്ക് എങ്ങനെയാണ് BJPയുടെ, RSSൻ്റെ, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അധികാരം ഈ റിപ്പബ്ലിക്കിനെ കൊണ്ടുപോകുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ്. അങ്ങനെയാണ് അനൂപ് ബേരൻവാൾ കേസിൽ സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ച് ഈ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതിന് വേണ്ട ഒരു സംവിധാനമില്ലാത്ത ഇവിടെ ഇല്ല എന്നും, ശരിയായ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു സംവിധാനമില്ല എന്നും, അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ജസ്റ്റിസ് അടങ്ങുന്ന ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ വളരെ തിടുക്കപ്പെട്ട് ഈ കേന്ദ്രത്തിലിരിക്കുന്ന സർക്കാരിൻ്റെ നോമിനികളെ കുത്തിനിറയ്ക്കാൻ പാകത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത എങ്ങനെയാണ് ഈ കാലഘട്ടങ്ങളിലെല്ലാം ചോർന്നു പോയതെന്ന് നമുക്കറിയാം. ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോലും BJPയുടെ വക്താക്കളെ ഹൈക്കോടതി ജഡ്ജിയായിട്ട്, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ BJPയുടെ ഒരു വക്താവാണ് ഹൈക്കോടതി ജഡ്ജിയായിട്ട് ഇപ്പോൾ വരുന്നത്. ഇതിനു മുമ്പ് നിരന്തരമായി പൗരാവകാശ കേസുകളിൽ, ജാമ്യാപേക്ഷകളിൽ മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തകരുടെയും ജാമ്യാപേക്ഷകളെ തള്ളുകയും അത്തരം കേസുകളിൽ വളരെ പ്രതിലോമകരമായ മനുഷ്യാവകാശ വിരുദ്ധമായ വിധികൾ പുറപ്പെടുവിക്കുകയും ചെയ്ത ജഡ്ജിമാർ, ഇപ്പോൾ ബേല ത്രിവേദിയെ പോലെയുള്ള ഒരു ജഡ്ജി എന്ന് പറയുന്നത് മോദിയുടെ കാലത്ത് ഗുജറാത്തിലെ ലോ സെക്രട്ടറി ആയിട്ടിരുന്ന ആളുകൾ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത വിധത്തിൽ ഈ കോടതി സംവിധാനം മാറുകയാണ്. ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ എങ്ങനെയാണ് തങ്ങളുടെ സേവകന്മാരാക്കി മാറ്റുന്നത്, തങ്ങളുടെ പെട്ടിച്ചുമപ്പുകാരാക്കി മാറ്റുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും അശ്ലീലമായ ഉദാഹരണങ്ങളാണ് നാട്ടിൽ നടക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനമായ ഒരു പ്രശ്നം എന്താ? ഇന്ത്യയിൽ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് കേവലമായ ഇലക്ടറൽ റോളിലെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ക്രമക്കേടുണ്ട്, ആ ക്രമക്കേട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണം എന്ന തരത്തിൽ ആവശ്യങ്ങളല്ല. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്ന പോലെ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എന്നൊക്കെയുള്ള ക്ലീഷേ പഴഞ്ചൊല്ലുകൾക്ക് ചേരാവുന്ന തരത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞ ചൗക്കീദാർ ചോർ ഹേ എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ ചൗക്കീദാറായ, കാവൽക്കാരനായി നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇവിടുത്തെ കള്ളൻ എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്, നീ മറ്റേ കുപ്പായം ഇട്ട് വന്നിട്ട് നെറ്റിയിൽ ഒരു പൊട്ടും തൊട്ട് വന്നാൽ ഞാൻ വേണമെങ്കിൽ നീയുമായിട്ട് ഗുസ്തി പിടിക്കാം എന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ സ്വഭാവത്തെ, എന്താണ് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്? ജനാധിപത്യത്തിൻ്റെ സമൂഹത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് നിരന്തരമായ പ്രതിപക്ഷം ഉണ്ടാവുക എന്നുള്ളതാണ്. രാഷ്ട്രീയാധികാരത്തിൻ്റെ പുറത്ത് പൗരസമൂഹവും പ്രതിപക്ഷ കക്ഷികളും അടങ്ങുന്ന നിരന്തരമായ ഒരു പ്രതിപക്ഷം ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ രാഹുൽ ഗാന്ധിയുടെ നിരന്തര പോരാട്ടങ്ങൾ ആ ജാഗ്രതയെ കാണുകയും ചെയ്യാം. ഞാൻ എത്താൻ പ്രമോദ് ജോൺ ബ്രിട്ടാസ് എം പി ഇവിടെ പരാതി കൊടുക്കേണ്ട എങ്ങോട്ടേക്കാണ്? ഇലക്ഷൻ കമ്മീഷനിലേക്കാണ്. ഏത് ഇലക്ഷൻ കമ്മീഷനാണ്? ഈ പറഞ്ഞതിൽ മഹാരാഷ്ട്രയിൽ 7 മണി വോട്ടെടുപ്പ് സമയം കഴിയുമ്പോഴേക്കും വോട്ടിംഗ് ശതമാനം വാണം പോലെ, റോക്കറ്റ് പോലെ കുത്തനെ മേപ്പോട്ട് ഉയരുകയാണ്. എന്നാൽ CCTV ഇതാന്ന് പറയുമ്പോഴേക്കും വളരെ പെട്ടെന്ന് ചട്ടം മാറുന്നു, CCTVകൾ നശിപ്പിക്കപ്പെടുന്നു. ഈ പറയുന്ന രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടിക നിങ്ങളൊക്കെ എടുത്ത് നോക്ക് എന്ന് പറയുകയും തൊട്ടു പിന്നാലെ വെബ്സൈറ്റ് തന്നെ ഷട്ട് ഡൗൺ ആക്കുകയോ ചെയ്യുന്ന ദുരൂഹത നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. ഈ പറയുന്ന ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ നരേന്ദ്രമോദി, ചൈന ഒക്കെ എഴുതുന്നത് കണ്ടു കഴിഞ്ഞാൽ അങ്ങേയറ്റം പറയുകയാണ്. അപ്പോൾ ചൈന ഇന്ത്യയുടെ ഭൂമി കയ്യേറി എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനാണോ എന്നൊക്കെ ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ട് ഈ അടുത്ത ദിവസങ്ങളൊക്കെ. ഏത് സംവിധാനത്തിലേക്കാണ് പരാതിയുമായി പോകേണ്ടത് വിശ്വസിച്ച്? ജോൺ ബ്രിട്ടാസ്.
ഹാഷ്മി, സുപ്രീം കോടതി 2023 പറഞ്ഞൊരു കാര്യമുണ്ട്. ഏതൊരു പൗരൻ്റെയും മനസ്സിലെ അവസാനത്തെ സംശയം കൂടി ദൂരീകരിച്ചാൽ മാത്രമേ നമ്മുടെ ജനാധിപത്യം ഊട്ടിയുറപ്പിക്കപ്പെടൂ എന്നുള്ളൂ. മാത്രമല്ല, ഒരു 5 അംഗ ഭരണഘടനാ ബെഞ്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്വാതന്ത്ര്യം അടിവരയിടുന്നതിൻ്റെ കാരണം എന്തായിരുന്നു? ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് ആരോപണങ്ങൾ, ഒരുപാട് വസ്തുതകൾ പുറത്തേക്ക് വന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് 2023 ജസ്റ്റിസ് KM ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ച് അത്തരത്തിലുള്ളൊരു വിധി പ്രസ്താവന നടത്തിയത്. ഒരുപക്ഷെ അന്ന് BJPയുടെ ചില MP-മാർ പാർലമെൻറ്റിൽ വാദിച്ചൊരു കാര്യമുണ്ട്. ചീഫ് ജസ്റ്റിസിനെ ഒന്നും അതിൻ്റെ ഭാഗമാക്കേണ്ട കാര്യമില്ല, ചീഫ് ജസ്റ്റിസ് ഒന്നും അങ്ങനെ സമിതിയിൽ ഇരിക്കരുതെന്നുള്ളത്. അതായത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിദാനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ചീഫ് ജസ്റ്റിസ് വേണ്ട എന്ന് പറഞ്ഞു. CBI ഡയറക്ടറെ തീരുമാനിക്കാൻ വേണ്ടി ചീഫ് ജസ്റ്റിസ് വേണം. നോക്ക്, CBI ഡയറക്ടറുടെ സ്ഥാനമാണോ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനം, അതെയോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയാണോ? പോട്ടെ, ഇനി എൻ്റെ സ്നേഹിതൻ ജയേന്ദ്രൻ മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ജയേന്ദ്രൻ മാഷ് എന്താണ് പറയുന്നത്? അദ്ദേഹം കലത്തിലെ ചോറ് വെന്താൽ ഒരു 2 വറ്റ് നോക്കിയാൽ മതി. എൻ്റെ ജയേന്ദ്രൻ മാഷേ, ഇന്ത്യ എന്ന് പറയുന്ന വൈവിധ്യങ്ങളുടെ നാടാണ്. പുതാൻ പറഞ്ഞ OBC പട്ടികയിൽ തന്നെ എത്രയാണ്? 3000-4000 ജാതികളുണ്ട്. ഉത്തരേന്ത്യയിൽ ഒരു ചൊല്ലുണ്ട്, അതായത് നിങ്ങൾ യു ആർ നോട്ട് കാസ്റ്റിംഗ് യുവർ വോട്ട്, യു ആർ വോട്ടിങ് യുവർ കാസ്റ്റ് എന്നുള്ളത്. ഇപ്പോൾ ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും, ഇപ്പോൾ ഗുജറാത്ത് എടുത്തു കഴിഞ്ഞാൽ മുസ്ലിം ജനസമൂഹം തിങ്ങിപ്പാർക്കുന്ന ഗെറ്റോകളുണ്ട്. UP-യിൽ ഒരു പ്രത്യേക ജാതി തിങ്ങിപ്പാർക്കുന്ന സ്ഥലമുണ്ട്. ഇപ്പോൾ ബ്രാഹ്മണന്മാരും ഠാക്കൂർമാരും താമസിക്കുന്ന ഗ്രാമങ്ങളിലൊന്നും ദളിതർക്കൊന്നും കാലുകുത്താൻ പറ്റില്ല. അപ്പം ഒരു വറ്റെടുത്താൽ മതിയോ ഇന്ത്യയുടെ സ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്? അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലുള്ള വസ്തുതാവിരുദ്ധമായ ഇന്ത്യൻ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാത്ത രീതിയിലുള്ള പ്രസ്താവനകൾ നടത്താൻ പാടില്ല. മാത്രമല്ല, ഇതിനകത്ത് നിങ്ങൾക്കൊരു ഓപ്പറേഷൻ ഉണ്ട്. ആ ഓപ്പറേഷൻ ഈ സബിസാച്ചി പണ്ട് തെളിയിച്ചത്, അതായത് ക്ലോസ് കണ്ടസ്റ്റ് ഉള്ള മണ്ഡലങ്ങൾ നിങ്ങൾ പിക്കപ്പ് ചെയ്യും. 2 ഏർബൻ സെൻറ്റേഴ്സ് പിക്കപ്പ് ചെയ്യും. 3 നിങ്ങൾക്ക് ഹിതകരമല്ലാത്ത വോട്ടർമാർ തിങ്ങിപ്പാർക്കുന്ന ബൂത്തുകളും മണ്ഡലങ്ങളും തിരഞ്ഞെടുക്കും. എന്തിനേറെ ഹാഷ്മി, നമ്മുടെ കേരളത്തിൽ പോലും നമ്മളൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വിധി വരുമ്പോൾ ഇന്ന നിയമസഭാ മണ്ഡലം അവിടെ ഇന്ന പാർട്ടിക്ക് മേൽക്കോയ്മയുണ്ടെന്ന് പറയാറില്ലേ? വറ്റാണോ അവിടെ ജയേന്ദ്രൻ മാഷെ? ഏത് വറ്റാണത്? ഒരു വറ്റിൽ ഒതുങ്ങുന്നതാണോ ഇന്ത്യ എന്ന് പറയുന്ന ഇത്രയും വിസ്തൃതമായിട്ടുള്ള രാജ്യം? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത്, അതായത് ഈ AI സംവിധാനം പോലും ഫലത്തിൽ എല്ലാ മേഖലയിലേക്കും വ്യാപിക്കുന്ന ഒരു സമയത്ത് ഈ ഇലക്ഷൻ വോട്ടർ പട്ടിക ഒരു PDF മാനുവലായിട്ട് നിലനിർത്തണമെന്ന് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്തിനാണ് വാശി പിടിക്കുന്നത്? എന്തിനാണ്? ഒരു മെഷീൻ റീഡബിൾ സംവിധാനം ഉണ്ടായാൽ അത് ട്രാൻസ്പെറൻസി അല്ലേന്ന്? പാവപ്പെട്ടവരും സാധാരണക്കാരും എല്ലാം കാണട്ടെ എന്ന്. ആർക്കൊക്കെയാണ് വോട്ടുള്ളത്, ആർക്കൊക്കെയാണ് വോട്ടില്ലാത്തത്? ഇനി ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനും ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളായി കൊണ്ട് പറയുക. അതായത് തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് ഒരു കെട്ട് കൊണ്ട് ഒരാളായി കൊടുക്കും. ഒരു പാർട്ടിയുടെ 2 ആൾക്കാർ ഇത് വെച്ച് എന്ത് ചെയ്യാനാ? എന്തിനേറെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യ പോലുള്ള ഉച്ചനീചത്വമൊന്നും ഇല്ലാത്ത എറണാകുളത്ത് പോലും അവിടുത്തെ ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് കയറാൻ പറ്റുമോ? സെക്യൂരിറ്റി സമ്മതിക്കുമോ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്? വോട്ടർ ലിസ്റ്റ് വേണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സ്ലിപ്പ് വേണമെങ്കിൽ അവിടെ സെക്യൂരിറ്റി ഏൽപ്പിച്ച് പോകണം. അപ്പോൾ ഉത്തരേന്ത്യയിലുള്ള അവസ്ഥ എന്തായിരിക്കും? വൻ നഗരങ്ങളിലുള്ള അവസ്ഥ എന്തായിരിക്കും? ഡൽഹി, ബോംബെയിൽ സാധാരണ ഫ്ലാറ്റുകളൊക്കെ മുസ്ലിം സമുദായത്തിന് വാടകയ്ക്ക് പോലും കിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജയേന്ദ്രൻ മാസ്റ്റർ ഉദ്ധരിച്ചൊരു കാര്യമുണ്ട് 2018 ഒരു സുപ്രീം കോടതി വിധിയെക്കുറിച്ച്. അതെല്ലാം കഴിഞ്ഞ് 2023 വലിയ ഒരു വിധി വന്നില്ലേ? നിങ്ങൾ ഓരോ ഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയൊരു കാര്യമുണ്ട്. അതായത് സുപ്രീം കോടതി ഈ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, മണി പവറും മസിൽ പവറും ജനവിധിയെ ഹൈജാക്ക് ചെയ്യും, റാഞ്ചും എന്നുള്ളത്. ഇലക്ട്രൽ ബോണ്ടിലൂടെ എത്ര പണമാണ് BJP സ്വരൂപിച്ചതെന്ന് നിങ്ങൾക്കറിയില്ലേ? എവിടുന്നാ പണം വന്നത്? അതിൻ്റെ ക്വിഡ് പ്രോക്കോ എന്തായിരുന്നു? കോൺട്രാക്റ്റുകൾ എന്തായിരുന്നു? ആരുടെ പണമായിരുന്നു? എവിടെ നിന്ന് പണമായിരുന്നു? ഇതൊക്കെ അന്വേഷിക്കണ്ടേ? അതായത് ഒരു തട്ടുകടക്കാരൻ ഒരു 10 രൂപയുടെ കൃത്രിമം കാണിച്ചാൽ പോകുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കോടാനുകൂടി 1000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് എങ്ങനെയാണ് കമ്പനികൾ BJPയുടെ മടിയിലേക്കും മറ്റു പാർട്ടികളുടെ മടിയിലേക്കും ഇട്ടുകൊടുത്തത്? അതിന് പിന്നിലുള്ള എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ആരെങ്കിലും പോയോ? അപ്പം
ഈ മൊത്തം സംവിധാനത്തെ ഇവരെന്ത് ചെയ്യുന്നറിയോ? ഇവർ റാഞ്ചി എടുത്തു. ഈ റാഞ്ചി എടുത്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ജനവിധി പല സ്ഥലങ്ങളിലും അട്ടിമറിക്കപ്പെട്ടു. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, 400 സീറ്റിന് മോഡിൽ നിന്ന് അവകാശവാദം ഉന്നയിച്ച് മോഡി തൻ്റെ രഥം ഉരുട്ടുമ്പോൾ എവിടേക്ക് വന്നു? 240. അതായത് ഒരു സെംബ്ലൻസ് ഓഫ് ന്യൂട്രാലിറ്റി, അതായത് ഒരു എന്താ പറയുക, ഒരു ഒബ്ജക്റ്റിവിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നരേന്ദ്രമോദിക്ക് 200 സീറ്റ് പോലും കിട്ടില്ലായിരുന്നു. വളരെ വ്യക്തമാണ്. അപ്പം ഈ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അട്ടിമറിച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഈ സംവിധാനങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. എനിക്ക് ജയേന്ദ്ര മാഷയെ ഓർമ്മപ്പെടുത്താൻ ഒരു കാര്യമുണ്ട്. എന്താണ് ബംഗ്ലാദേശിൽ നടന്നത്? ബംഗ്ലാദേശിലെ വിദ്യാർത്ഥികളും ആൾക്കാരൊക്കെ ഈ തെരുവിലേക്ക് ഇറങ്ങി എന്തുകൊണ്ടാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള പ്രതീതി ശക്തമായി, രൂഢമൂലമായി. അവിടുത്തെ പ്രധാനമന്ത്രിക്ക് അവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്നു. ഞാൻ അതൊന്നും ഈ രാജ്യത്ത് സംഭവിക്കണമെന്നോ ആഗ്രഹിക്കുന്ന ആളല്ല. പക്ഷെ തൊട്ട അയൽവക്കത്ത് ഈ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടപ്പോൾ, ഈ ഇലക്ഷൻ സംവിധാനം അട്ടിമറിക്കപ്പെട്ടു എന്ന് ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലക്ഷങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയതിനുള്ള കാരണം എന്താണെന്നുള്ളത് ചില ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് മനസ്സിലാക്കണം. എന്തായാലും എനിക്ക് ഒരു കാര്യത്തിൽ ഇഷ്ടപ്പെട്ടത്, ഇവർ ഈ അച്ഛനെ അമ്മയൊക്കെ സൃഷ്ടിക്കുമ്പോൾ ഈ പറഞ്ഞ ആൽഫബറ്റ്, ഇംഗ്ലീഷ് ആൽഫബറ്റ് എടുത്ത്, ഇംഗ്ലീഷ് സംസാരിക്കുന്നവന് തലകൊണ്ട് ലജ്ജിക്കണമെന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇംഗ്ലീഷ് ആൽഫബറ്റ് വെച്ചിട്ട് അച്ഛനെ അമ്മയെ സൃഷ്ടിക്കാനുള്ള വൈദഗ്ധ്യം ഇവർ കാണിച്ചു എന്നുള്ളത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. എന്തായാലും ഈ വേറെ ഏതെങ്കിലും വോട്ടർ പട്ടിക പരിശോധിച്ചാൽ നാക്കോസെ കാക്കയ്ക്ക് മെമ്പർ കേലി എന്നൊക്കെ അച്ഛൻ്റെ പേരുണ്ടാവുന്ന കാത്തിരുന്ന് കാണാം. ടി.പി. ജയചന്ദ്രമാഷൻ, താങ്കൾക്ക് തന്നെ അറിയാം, താങ്കൾക്ക് തന്നെ സംശയമില്ല, ഈ പറയുന്ന ഒറ്റമുറി വീടിന് ഉടമസ്ഥൻ കോൺഗ്രസ്സുകാരനാണെങ്കിലും BJP-കാരാണെങ്കിലും ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും ഒറ്റമുറി വീട്ടിൽ 80 പേർക്കുണ്ടാവാൻ കഴിയില്ല എന്ന് താങ്കൾക്ക് തന്നെ നല്ല ഉറപ്പുണ്ട്. ഏതെങ്കിലും ഒരാളുടെ അച്ഛൻ്റെ പേര് ABCDEFGH എന്നാവില്ല എന്നും താങ്കൾക്ക് ഉറപ്പുണ്ട്. ആരുടെങ്കിലും ഒരാളുടെ വീട്ടുപേര് വട്ടപൂജ്യമാവില്ല എന്നും താങ്കൾക്ക് ഉറപ്പുണ്ട്. അത്തരത്തിൽ ആയിരക്കണക്കിന് വോട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നതിലും ആർക്കും വിയോജിപ്പില്ല. ടി.പി. ജയചന്ദ്രൻ ഈ രേഖകൾ രാഹുൽ ഗാന്ധി കൊടുക്കണ്ട, എന്തെങ്കിലും കണ്ടുപിടിക്കുമെന്ന ഭയമാണെങ്കിൽ. പക്ഷേ ഈ ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കാമല്ലോ. ഇവിടെ ഈ ABCDEFGH എന്ന അച്ഛൻ്റെ പേരുള്ള ആൾ യഥാർത്ഥ വോട്ടർ അല്ല, അല്ലെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കാൻ ഉത്തരവിടുകയാണ്. 80 പേരുള്ള ഈ ഒറ്റമുറി വീടിനെ പറ്റി ഞങ്ങൾ അന്വേഷിക്കാൻ ഉത്തരവിടുകയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ ഞങ്ങൾ ഈ ഡേറ്റയൊക്കെ പരിശോധിച്ചു, അങ്ങനെ ഒന്നും വ്യാജങ്ങളില്ല എന്ന് ധൈര്യത്തോടെ പറയാൻ ഒരു കമ്മീഷന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അത് രാജ്യത്തിന് നാണക്കേടല്ലേ ടി.പി.? ഹാഷ്മി, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, പന്തിയിൽ പക്ഷഭേദം പാടില്ല. 24 ന്യൂസിൻ്റെ ഈ പന്തിയിൽ 4 പേരുണ്ട്. ഈ 3 പേരും വിഷയവുമായി ബന്ധമില്ലാത്തതൊക്കെ പറയുമ്പോൾ താങ്കൾ പഞ്ചപുച്ഛ മടക്കി കേട്ടിരിക്കും. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾ എൻ്റെ വായിൽ കയറിയിരിക്കും. ഒരു മര്യാദ ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതല്ലെങ്കിൽ BJP-ക്കാർ ചർച്ചയ്ക്ക് വിളിക്കരുത്. ചർച്ചയിൽ എല്ലാവരും വേണോ എന്നൊന്നുമില്ല. ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, 1, ദേശീയ മാധ്യമങ്ങൾ പ്രഥമ ദൃഷ്ട്യാ വിഡ്ഢിത്തരമാണെന്നും കഴമ്പില്ലെന്നും കണ്ട് ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ മാധ്യമങ്ങളും തള്ളിക്കളഞ്ഞ ഒരു വിഷയമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനേക്കാൾ ജ്യോത്സ്യന്മാരെ വിശ്വാസമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ട് തെരഞ്ഞെടുപ്പ് ജയിക്കുമോ എന്ന് പരിശോധിക്കുന്ന കാലഘട്ടത്തിലുള്ളവർ വസ്തുതകളായി കാണണ്ടേ? ഞാൻ ഒരു ചോദ്യം ഹാഷ്മിയോട് ചോദിക്കുന്നു. അല്ല ഹാഷ്മി, ഇന്ത്യ രാജ്യത്ത് ഇത്രയും പറയുന്ന രേഖകൾ കൈവശമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, വി ആർ വെയിറ്റിംഗ് ഫോർ രാഹുൽ ഗാന്ധീസ് റിപ്പോർട്ട്. ഏതൊക്കെ കടലാസിലാണ് ഏതൊക്കെയാണ് ഉള്ളത് എന്ന് നിങ്ങൾ ഞങ്ങൾക്ക് തരൂ. ഇന്നലെ വരെ നിങ്ങൾ പാലിക്കേണ്ടതൊന്നും പാലിച്ചില്ല. ശരി, ഇപ്പോൾ നിങ്ങൾ പറയുന്നതിൻ്റെ രേഖകളൊന്നും ഹാജരാക്കൂ ഞങ്ങളുടെ മുമ്പാകെ. കാരണം നിങ്ങളുടെ മുതുമുത്തച്ഛൻ 1960 തയ്യാറാക്കിയ ഒരു രേഖയുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ 20/3/B എന്ന് പറയുന്ന ഒരു രീതിയിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇത് പരിശോധിക്കണ്ടേ? ഇനി രണ്ടാമത് എൻ്റെ സുഹൃത്ത് ജോൺ ബ്രിട്ടാസ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, സർ ഒരു ഇലക്ട്രോണിക്സ് ടെക്സ്റ്റും വേണ്ട. ഹാഷ്മി, തിരുവനന്തപുരത്തെ 36-ാം ഡിവിഷനിൽ 0 നമ്പറുള്ള വോട്ടർ ലിസ്റ്റ് ഉണ്ട് എന്ന് ഹാഷ്മിക്ക് ബോധ്യമുണ്ടോ? ഹാഷ്മി, ഞാൻ ആവർത്തിക്കുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനിലെ 36-ാമത്തെ ഡിവിഷനിൽ 0 ഹൗസ് നമ്പർ ഉള്ളതുണ്ട്. വെറുതെ പറയല്ല. BJP-യുടെ സംസ്ഥാന ഘടകം കഴിഞ്ഞ ഒരാഴ്ചക്കാലം കേരളത്തിലെ വോട്ടർ പട്ടിക പഠിച്ചു. അതിനാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ കയ്യിൽ വോട്ടർ പട്ടികയുടെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച വോട്ടർ പട്ടികയുടെ കോപ്പി പ്രിന്റ് ചെയ്ത് നൽകുന്നത്. വീടാന്തരം നോക്കി പരിശോധിക്കണം, തെറ്റ് ശ്രദ്ധയിൽപ്പെടുത്തണം, കുറ്റമറ്റതാക്കണം. ഇതേ വാർഡിൽ 36-ാം ഡിവിഷനിൽ ഹാഷ്മി ഒരു വീട്ടിൽ 28 വോട്ടുകൾ ഉണ്ട്.
ഇത് കണ്ടുപിടിക്കാൻ ഫ്ലൈറ്റിൽ കയറണ്ട, കടലാസ് നോക്കിയാൽ മതി. അങ്ങനെ വ്യവസ്ഥാപിതമായ ഒരു പണിയും ചെയ്യാതെ തോറ്റ് തൊപ്പിയിട്ട് അതിൽ കുത്തരം കണ്ടെത്തുന്നവരെ ജനം പുച്ഛിക്കും ഹാഷ്മി. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ കാണണം. എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഇതിൽ ഒരു വക്കീലാണ് അദ്ദേഹം സോഫ്റ്റ് കോപ്പിയിൽ തിരുത്തിയിട്ടുണ്ട്. അല്ല സർ, ഇലക്ഷൻ കമ്മീഷന്റെ ഹാർഡ് കോപ്പി സോഫ്റ്റ് വിട്. നിങ്ങളുടെ ഉത്തർപ്രദേശിലെ BLA-മാർക്കൊക്കെ കിട്ടിയിട്ടില്ലേ? നിങ്ങളെ കയ്യിൽ കിട്ടിയ കോപ്പി തിരുത്താൻ പറ്റുമോ? 5 കോടി അംഗങ്ങളുടെ വലിയ പാർട്ടിയല്ലേ വക്കീൽ നിങ്ങളെ പാർട്ടി? എന്താ ഇതൊന്ന് പരിശോധിച്ച് BJP-ക്കാർ ഞങ്ങൾ ഇവിടെ പറയുന്നു 2,76,799 ഇരട്ടിപ്പ്. ഇത് പത്രസമ്മേളനം നടത്തി പറഞ്ഞതല്ല, രേഖ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ കൊടുത്തു ഹാഷ്മി. ഇതാണ് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത്. തെരഞ്ഞെടുപ്പ് തോറ്റു. കേരളത്തിൽ ഇന്നേ വരെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും കാര്യം കഴിഞ്ഞു, ആരെങ്കിലും ഒരു കേസുമായിട്ട് പോയോ? പോയി ഹാഷ്മി, BJP പോയി. വയനാട് തെരഞ്ഞെടുപ്പിൽ കള്ള സത്യവാങ്മൂലം കൊടുത്തതിന് പത്രസമ്മേളനം നിന്ന് പിടിച്ചോ എന്ന് പറഞ്ഞതല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതി കൊടുത്തു. ഞാനായിരുന്നു ചീഫ് ഇലക്ഷൻ ഏജന്റ്. അന്ന് ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ പരാതി കൊടുത്തു. തീർന്നില്ല. ആ പരാതിയുടെ കോപ്പിയും വെച്ച് നമ്മളിപ്പോൾ കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഇതൊക്കെ ചെയ്യാതെ, നിയമാനുസൃതമായ കാര്യമൊന്നും കഴിയാതെ ഇതാ തെളിവുണ്ട് എന്ന് പറഞ്ഞ് രാജ്യത്ത് നിയമാനുസൃതമായ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തിനാ മടിക്കുന്നത്? ഇവരുടെ കയ്യിൽ ഇത്രയും വലിയ തെളിവുണ്ട്. തീർന്നില്ല. അല്ല, തീർന്നില്ല. അത് നിങ്ങൾ ഇടപെടില്ല. പിന്നെ എൻ്റെ സുഹൃത്ത് ബംഗാളിലെ കഥ പറഞ്ഞു. അല്ല സർ, കേരളത്തിൽ ഇപ്പം നമ്മൾ രണ്ടുപേരും ഒന്നാ. ത്രിപുരയും ബംഗാളും ഒന്നും പഠിക്കേണ്ട. കേരളത്തിലാകെ ഒന്നായി പോയില്ലേ ഇപ്പം നമ്മൾ? അതൊക്കെ പഠിച്ചിട്ട് പോരെ ഞങ്ങളെ പഠിപ്പിക്കാൻ. പിന്നെ ചൗക്കീദാർ ചോർഹെ എന്ന് പറഞ്ഞു. ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാവും ഹാഷ്മി. ഭാര്യയുടെ പേരിൽ, വേലക്കാരുടെ പേരിൽ ട്രസ്റ്റ് ഉണ്ടാക്കി, പിന്നെ NGO ഫണ്ട് എടുത്തു കൊണ്ടുവന്ന് കണക്ക് പറയാതെ അത് പോക്കറ്റിൽ ഇട്ടാൽ പിടിക്കപ്പെട്ടാൽ ആർക്കാ രോഷം കൊള്ളാനുണ്ടാകുക? അപ്പം അവർ RSS, ഫാസിസ്റ്റ്, എന്താ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കും. നിങ്ങൾക്കൊരു പക്ഷെ സുഖകരമായിരിക്കും ആ വാർത്ത. രണ്ടാമത് എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ജയേന്ദ്രൻ മാഷെ, എന്നോട് എൻ്റെ സുഹൃത്ത്, ഞാൻ ബഹുമാനിക്കുന്ന മാധ്യമപ്രവർത്തകൻ, നിങ്ങൾക്ക് പേടിയുണ്ടോ? നിങ്ങളെ ഗുരുവായിരിക്കും. പോയിച്ചു. അല്ല സാർ, ജനങ്ങൾ കാണട്ടെ. അല്ല ബ്രിട്ടാസെ, ഓരോ CPM-ന്റെ ബൂത്ത് ഏജന്റിന്റെ കയ്യിലും ജനങ്ങൾക്ക് ആർക്കൊക്കെ വോട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി വോട്ടർ പട്ടികയുടെ കോപ്പി കാലാകാലം കിട്ടാറില്ലേ? ഇത് എന്തിനാ? ആർക്കൊക്കെ വോട്ടുണ്ട്? ഇതൊക്കെ ചെയ്യുമ്പോ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നു, കേരളത്തിലൊരു MLA-ക്ക് ഇരട്ട വോട്ടില്ലേ ഹാഷ്മി? തെളിവില്ലേ? അപ്പൊ ഇത് തിരുത്തലാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പണി. അങ്ങനെ ചില സാധനങ്ങളുണ്ട്. ഇത് കോടതിയിലേക്ക് പോയേ മതിയാവുകയുള്ളൂ. സാങ്കേതികമായി പറഞ്ഞ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. പക്ഷെ അബിൻ വർക്കി ഒരു കാര്യം ഉറപ്പാണ്, TP ജയേന്ദ്രൻ മാസ്റ്റർക്ക് ആരെങ്കിലും ഒരാളുടെ അച്ഛന്റെ പേര് HJKLM എന്ന കാര്യത്തിൽ അങ്ങനെ ഒരു അച്ഛനില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും TPക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം അതിൽ തൊടാത്തത്. ഏതെങ്കിലും ഒരു വോട്ടർ പട്ടിക TP HJKLM ABCD EFG എത്ര ആയിരക്കണക്കിന് HLM ആരാ? ആയിരക്കണക്കിന് HLM PQകാരാ? ആയിരക്കണക്കിന് വട്ടപ്പൂജ്യം വീട്ടുപേരുകാരാ? ആയിരക്കണക്കിന് വട്ടപ്പൂജ്യം വീട്ടുപേരാ? അതിലൊന്നും മാഷൊന്നും പറയാനില്ലേ? മാഷ് ഇങ്ങോട്ടൊക്കെ വോട്ട് വിട്ടേക്കൂ. അബിൻ വർക്കി, നിയമപരമായ പരിഹാരമല്ല, നിങ്ങൾ കാണുന്ന പരിഹാരം എന്താണ്? വിചാരിക്കുക അച്ഛന്റെ പേര്, അതും കൊണ്ടുപോയിട്ട് തിരുത്താനാണ് ഫോം 8. ആയിരക്കണക്കിന് ഒലക്കേട മൂടുണ്ടെന്നേ. ആ ഒലക്കേട മൂട് ചൂണ്ടിക്കാണിക്കുക. അത് ഒലക്കേട മൂടല്ലെന്ന് പറയാനുള്ള ധൈര്യം ഈസിക്കില്ലാത്ത എന്താ ഇപ്പോഴും? അത് ഒലക്കേട മൂടല്ല, ക്രെഡിബിൾ ആണ് എന്ന് പറയാനുള്ള ആർജവം നട്ടൽ ഈസിക്കില്ലാത്ത എന്താ? ഈസി പുറത്തിലൊളിക്കുന്നത് എന്തിനാ TP? ഈസി പുറത്തിലൊളിക്കുന്നത് എന്തിനാ TP? ശരി, ഓക്കെ, ശരി. അതായത് ശ്രീ TP ജയേന്ദ്രൻ മാസ്റ്റർ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പറയേണ്ടത്, ഈ പറയുന്ന വസ്തുതകളാണെന്ന് താങ്കൾ അംഗീകരിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്തു വന്നാലും 1 ലക്ഷം വോട്ട്, അതായത് 1,20,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയ മഹാദേവപുരയിൽ നിങ്ങളുടെ ആളുകൾ പോലും അത് നോക്കിയില്ല എന്ന് പറയുമ്പോൾ അപ്പൊ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഓർഗനൈസേഷൻ അല്ല? അപ്പൊ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഒരു മുറിയിൽ 80 പേർ താമസിച്ചു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലേ? ആ മുറിയിൽ 80 പേർ അപ്പൊ കോൺഗ്രസ്സുകാർ ചെയ്തെങ്കിൽ BJPക്ക് കുഴപ്പമില്ലേ? BJPക്ക് കുഴപ്പമില്ലേ? എന്താ BJP ഒരു പരാതി കൊടുക്കാതെ? എന്താ BJPക്ക് പരാതി ഉണ്ടോ TP? ശരി, കോൺഗ്രസ് ആണ് ചെയ്തത്. BJPക്ക് പരാതി ഉണ്ടോ TP? കോൺഗ്രസ് ആണ് 80 പേരെ ഞങ്ങൾ ബീഹാർ ചെയ്യുന്നത്.
ഇതാണ് കേരളത്തിൽ അല്ല ബി ജെ പിക്ക് ഇതിൽ പരാതിയുണ്ടോ? അപ്പോൾ ബീഹാർ കോടതിയിൽ അല്ല. പോകും. HIJK എല്ലമ്മന്നോ എന്ന് ബീഹാർ പറയുന്ന അച്ഛനുള്ള ആൾ ബി ജെ പിക്കാരനല്ല എന്ന് പറയാവോ ടി പി? ABCDEFGH എന്നൊരു അച്ഛൻ ഞങ്ങളുടെ ബി ജെ പിക്കാർക്കില്ല എന്ന് പറയാവോ ടി പി? ചുമതല രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. അതിനാണ് ഫോം നമ്പർ 8. ഓക്കെ ഓക്കെ ഓക്കെ. BJP ആ ചുമതലയില്ലേ? BJP എന്തുകൊണ്ടാണ് ആ ഹൗസ് നമ്പറിൽ 80 പേർ താമസിച്ചത് വ്യാജമായി കോൺഗ്രസ് ചേർത്തതാണ് എന്ന് ഒരു പരാതി നിങ്ങൾ എഴുതി കൊടുക്കാത്തതിന്റെ കാരണം എന്താ? നിങ്ങളാണല്ലോ എല്ലാവിധ സംവിധാനമുള്ള പാർട്ടി. 2 ലക്ഷത്തിൽ നിങ്ങൾക്ക് പരാതിയില്ലേ? പറഞ്ഞില്ല വ്യാജമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ചെയ്തത് നിങ്ങളാണ്. അല്ല നിങ്ങൾക്ക് പരാതിയില്ലേ? ആയിരക്കണക്കിന് പേരുടെ അച്ഛന്മാരുടെ പേര് ABCDEFGH എന്ന് ബി ജെ പിക്ക് യാതൊരു അസ്വാഭാവികത തോന്നുന്നില്ലേ? ആയിരക്കണക്കിന് വീട്ടുകാരുടെ വട്ടപ്പൂജ്യം ബി ജെ പിക്ക് ഒരു പരാതിയുമില്ലേ? 2,79,000 ഹാഷ്മിക്ക് പരാതിയുണ്ടോ? പരാതിയുണ്ട്. 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 അല്ല പരാതിയുണ്ട്. കേരളത്തിലെ കോർപ്പറേഷൻ പരാതിയുണ്ട്. ABCDEFGH എന്ന അച്ഛന്മാരുടെ പേരുള്ള വോട്ടർമാരുണ്ടെങ്കിൽ ബി ജെ പിക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ, പരിഭവമുണ്ടോ? ഇല്ലാത്തതിലാണ് പ്രശ്നം ടി പി. അതില്ലാത്തതിലാണ് പ്രശ്നം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു വാർഡിലെ ഒരു വോട്ടറിന്റെ ഹൗസ് നമ്പർ 0 ആണ് എന്ന് ചേർത്തതിൽ കേരളത്തിലെ BJP നേതൃത്വം ഒരാഴ്ചയായിട്ട് ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുക്കുകയാണെന്നാണ് ജയേന്ദ്ര മാസ്റ്റർ പറഞ്ഞത്. എന്നിട്ടും 10,000-കണക്കിന് വോട്ടർമാരുടെ പേരുകളിൽ അച്ഛനില്ലാത്ത പേരുകൾ ഉണ്ടായിട്ട് നിങ്ങൾക്ക് പരാതിയില്ല. ഒരേ മുറിയിൽ 80-ഉം 100-ഉം പേര് ചേർത്തിട്ട് നിങ്ങൾക്ക് പരാതിയില്ല. എന്തുകൊണ്ടാണ്? ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. 2,79,000 ശരി, ഈ പറയുന്ന രീതിയിൽ ശരി, അതൊക്കെ കറക്റ്റാണ്. ഈ പറയുന്ന രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ കാര്യങ്ങൾ, ഈ പറയുന്ന വട്ടപ്പൂജ്യമുള്ള വീട്ടുപേര് അക്ഷരമാലയിൽ അവൻ പറഞ്ഞു പൂർത്തിയാക്കോ? ഞാനൊന്ന് പൂർത്തീകരിച്ചു. ഒറ്റ കാര്യോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിയമപര ദേശീയ മാധ്യമങ്ങൾ എന്തൊക്കെയോ വ്യക്തമാക്കിയെന്ന് പറയുന്നുണ്ട്. ഞാൻ ഒറ്റ കാര്യോടെ പറയാം. ഇപ്പൊ നിങ്ങളിവിടെ ആദ്യം ആദിത്യ ശ്രീവാസ്തവയുടെ കാര്യം പറഞ്ഞു. ഞാൻ ആ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ആദിത്യ ശ്രീവാസ്തവയുടെ കാര്യം പറഞ്ഞു. എന്താണ് ഹാഷ്മി അതിന്റെ വാസ്തവം? നിങ്ങൾ മനസ്സിലാക്കുക. ആദിത്യ ശ്രീവാസ്തവ എന്ന് പറയുന്ന വ്യക്തി, അയാൾക്ക് 3 വോട്ടുണ്ടായിരുന്നു. എവിടെയൊക്കെയാണ്? 1 UP-യിലെ ലക്നൗ ഈസ്റ്റിൽ, 2 മഹാരാഷ്ട്രയിലെ യോഗേശ്വരി ഈസ്റ്റിൽ, 3 കർണാടകയിലെ മഹാദേവപുരയിൽ. ഞാൻ പറയട്ടെ, ജയേന്ദ്ര മാസ്റ്ററെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾ പറഞ്ഞു. ഞാൻ താങ്കളുടെ അവസരത്തിൽ കയറിയില്ല. അയാളുടെ വോട്ടർ ID നമ്പർ FPP 6437040 എന്നാണ്. വിശാൽ സിംഗ് എന്ന് പറയുന്ന വ്യക്തിക്ക് 2 വോട്ടുണ്ടായിരുന്നു. ഒന്ന് ഇവിടെ വാരണാസിയിൽ 1 വോട്ട്, 2 മഹാദേവപുരയിൽ. ഇനി എന്താ സംഭവിച്ചത് എന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താണെന്നറിയോ? 2024 ഒക്ടോബർ 29-ന് ഡ്രാഫ്റ്റ് ഇലക്ടറൽ റോൾ വന്നു. അതിനകത്ത് UP-യിൽ ഇവരുടെ 2 പേരുടെയും പേരുണ്ട്. ജാനുവരി 7-ാം തീയതി 2025 ഫൈനൽ ഇലക്ടറൽ ലിസ്റ്റ് വന്നു. അതിന്റെ അകത്തും ഇവരുടെ 2 പേരുടെയും പേര് ഉത്തർപ്രദേശിലെ വോട്ടർ പട്ടികയിലുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ ഗാന്ധി പറയുന്ന പോലെ HIJK എന്ന അച്ഛന്മാരുടെ പേരുള്ളവരില്ല എന്ന കാര്യം ഉറപ്പാണ്. വീട്ടഡ്രസ് വട്ടപൂജ്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഒറ്റമുറി വീട്ടിൽ 80 പേർക്ക് കഴിയാൻ കഴിയില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. മറുപടി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.